ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം സന്ദർശിക്കുക www.sunniglobalvoice.com. ഇപ്പോൾ www.mobile.sunniglobalvoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله ما شاء الله كان لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أبدأ بسم الله والرحمن وبالرحيم دائم الإحسان. فالحمد لله القديم الأول الآخر الباقي بلا تحول. ثم الصلاة والسلام سرمدا على النبي خير من قد وحدا وآله وصحبه ومن تبع سبيل دين الحق غير مبتدع. وبعد فاعلم بوجوب المعرفة من واجب لله 20 صفة. فالله موجود قديم باقي مخالف للخلق بالإطلاق. നാം ഇന്നലെ പറഞ്ഞു വെച്ച വിഷയം എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവുകൾ, അള്ളാഹിൻ്റെ ദാത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ സിഫാത്തിനെ സംബന്ധിച്ചിട്ടുള്ള അതുപോലെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ തെളിവുകൾ മുഖേന നാം മനസ്സിലാക്കിയിരിക്കണം. ഒരാൾ പറഞ്ഞത് കേട്ട് അത് അന്ധമായി വിശ്വസിച്ച് തെളിവ് എന്താണെന്ന് മനസ്സിലാക്കാത്ത രൂപത്തിലുള്ളൊരു വിശ്വാസമാവരുത്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈമാൻ എന്തായിത്തീരും? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഈമാനായി പോകും. പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാക്കുള്ള ഈമാൻ ആവുകയാണ് വേണ്ടത് നമ്മുടെ ഈമാനൊക്കെ. മനസ്സിലായില്ലേ? ഇന്നലെ നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ആരാണ് മുഖല്ലിദ് എന്നൊക്കെ പറഞ്ഞു. ഒരാളുടെ വാക്ക്, ഒരാളുടെ വിശ്വാസം, അഭിപ്രായങ്ങൾ, അതിന്റെ തെളിവ് മനസ്സിലാക്കാതെ കണ്ട്, തെളിവറിയാതെ കണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിച്ചാൽ, ഉറച്ച വിശ്വാസമാണെന്നുണ്ടെങ്കിൽ, നല്ല ഉറച്ച വിശ്വാസമാണെന്നുണ്ടെങ്കിൽ അത് സഹീഹാകും എന്നാണ് പറഞ്ഞത്. വേറൊരാൾ വന്നിട്ട് ഒരാൾ സംശയപ്പെടുത്തിയാൽ, ഒരാൾ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പർവ്വത ശിഖരത്തിന്റെ മുകളിൽ ഒരാൾ ജനിച്ചു വളർന്നു, അയാൾക്ക് ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ഒരു നിയന്ത്രകരുണ്ട് എന്ന് തെളിവ് പിടിക്കാൻ പറ്റിയ, ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ആർക്കുന്ന ബുദ്ധിയൊന്നും കൊടുക്കപ്പെട്ടിട്ടില്ല. ബുദ്ധി കൊടുക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അങ്ങനെ ഇരിക്കുകയാണ് വേറൊരാളെന്ന് പറഞ്ഞ് ഈ ലോകത്തിന് സൃഷ്ടാവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാൾ അങ്ങനെ അപ്പടി ഇത് സ്വീകരിച്ചു.
ഇങ്ങനെയുള്ള വ്യക്തികളാണ് തഖ്ലീദ്. ഇതാണ് തഖ്ലീദ്. ഈ തഖ്ലീദ് കൊണ്ടുള്ള ഈമാന് എന്തല്ല, അത് പിന്നെ വളരെ ഇത്തരം മുഖല്ലിദുകൾ വളരെ കുറവായിരിക്കും. ഈ ഒരു വ്യക്തിയോട് വേറെ ആൾ വന്നിട്ട് അങ്ങനെ പടച്ചോനൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാണ്, ഈ ഭൂമിയൊക്കെ ഏതോ കാലുണ്ട്, ആരുണ്ടാക്കിയതൊന്നുമല്ല, അതിങ്ങനെ തനിയെ ഉണ്ടായതാണെന്ന് വേറൊരാളെന്ന് പറഞ്ഞപ്പോൾ അതും അംഗീകരിച്ചു. അപ്പം ആദ്യത്തെ വിശ്വാസം എന്തായി തീർന്ന്? ആദ്യത്തെ വിശ്വാസം പോയി കഴിഞ്ഞ്. അപ്പൊ എന്തല്ല, ആദ്യത്തെ വിശ്വാസം ഉറച്ച വിശ്വാസമായിരുന്നില്ല. അപ്പോൾ അവന്റെ ഈമാൻ ശരിയല്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. മനസ്സിലായില്ലേ? എന്നാൽ ഒരാൾ പറഞ്ഞത് വിശ്വസിച്ചു, ഉറച്ച വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം കുഴപ്പമില്ല എന്നുള്ളതാ, ശരിയാകും. പക്ഷേ വേറെ കാര്യം മനസ്സിലാക്കണം, പിന്നെ അയാൾ കുറ്റക്കാരനാകുമോ ഇല്ലയോ, അതൊരു വിഷയമാണ്. ഇയാളെ വിശ്വാസം ശരിയാണ്, ഇയാൾ ഉറച്ച വിശ്വസിച്ചു, ഒരാൾ പറഞ്ഞു കൊടുത്തതാണ് അങ്ങനെ ഒരു സൃഷ്ടാവുണ്ടെന്ന്, അയാൾ അതങ്ങനെ തന്നെ വിശ്വസിച്ചു. പക്ഷേ വിശ്വസിച്ചത് കൊണ്ട് അയാളുടെ വിശ്വാസം ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ ഈ ലോകത്തിന്റെ അവസ്ഥാവിശേഷത്തെ സംബന്ധിച്ചുകൊണ്ട് ചിന്തിക്കാത്തതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. മനസ്സിലായില്ലേ? പിന്നെ ചിലർ പറയുന്ന അല്ല, കുറ്റക്കാരനാവൂല, അയാളത് ശരിയാവുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ തെളിവ് കൂടാതെ കണ്ട് ഉറച്ചു വിശ്വസിച്ച് ആരെന്ന് മാറ്റി പറഞ്ഞാലും, മുമ്പ് ഒരു ചരിത്രം ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പാടത്ത് പണിയെടുക്കുന്ന ഒരാൾ കൈക്കോട്ട് കൊത്തിക്കൊണ്ട് ഇങ്ങനെ കളച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഒരാൾ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് പിന്നെ ഈ ലോകത്തിന് വല്ല പടച്ചോനുണ്ട് എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചതാ. മനസ്സിലായില്ലേ? പടച്ചോനുണ്ടെന്ന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ എന്താ ചെയ്തതെന്ന് അറിയാം? മറുപടി തെളിവ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കല്ലേ ചെയ്തത്. അയാൾ ആ കൈക്കോട്ട് തായ് ഇങ്ങോട്ട് പൊന്തിച്ചങ്ങോട്ട് പിടിച്ചിട്ട് ഈ ചോദിച്ച ആളെ നന്നാക്കി മേടാനാണ് ശ്രമിച്ചത്. മനസ്സിലായില്ലേ? ഈ കൈക്കോട്ടൊന്നും അങ്ങോട്ട് തരൂതാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ വക ചോദ്യം ഇവിടെ ചോദിക്കണ്ട, അതിലൊന്നും ഞങ്ങളടുത്ത് യാതൊരു സംശയവുമില്ല. തെളിവ് സഹിതമാണോ അയാൾ വിശ്വസിക്കാത്തത് എന്ന് പരിശോധിക്കാൻ ചെന്നതാണ്. പക്ഷെ അയാള് കൈക്കോട്ടോട്ട് ഓങ്ങിയപ്പോ അയാള് മറ്റാക്ക് മനസ്സിലായി, ഇയാളെ വിശ്വാസം ആരും എന്ത് ചെയ്യാൻ പറ്റൂല, ആർക്കും ഇളക്കം തട്ടിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഉറച്ച വിശ്വാസമാണെങ്കിൽ അയാൾ ഈമാൻ ശരിയാകും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശരിയാവുമെങ്കിൽ പക്ഷെ അയാൾ എന്താണ്? കുറ്റക്കാരനാണ്. തെളിവ് സഹിതം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാകുന്നു. ഓക്കെ. പിന്നെ എന്നാൽ ഈ ഖുർആനും സുന്നത്തിലും പറഞ്ഞത് അതപ്പടി വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തഖ്ലീദ് ചെയ്യാന്നുള്ളത് അത് മുഖല്ലിദാവുമല്ലേ? അത് നിങ്ങളത് പറഞ്ഞട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തെളിവുണ്ടോ ഇല്ലയോ നോക്കാതെ അത് അപ്പടി ഒരാൾ വിശ്വസിച്ചാൽ അയാൾ മുഖല്ലിദാകുമോ ഇല്ലയോ? എന്താ നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ പിന്നെ ഖബൂലു ഖൗലിൽ ഗൈരി മിൻ ഗൈരി മഅരിഫത്തി ദലീൽ. എന്താ? വേറൊരാളുടെ വാക്ക് സ്വീകരിക്കുക, അതിന്റെ തെളിവ് മനസ്സിലാക്കാതെ കണ്ട് ആളെ വാക്ക് സ്വീകരിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു. തെളിവൊന്നും ഇപ്പൊ പറഞ്ഞില്ലാന്ന് വെച്ചോളൂ. എന്നാ പിന്നെ അത് തഖ്ലീദാവുമല്ലേ? കാരണം നമ്മൾ റസൂൽ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ നാം വിശ്വസിക്കുകയാണ്, തെളിവൊന്നും നോക്കിയിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ മുഖല്ലിദാവുമല്ലേ? എന്താ പറയേ? മുഖല്ലിദാവുമല്ലേ? തഖ്ലീദ് എന്നുള്ള ഭാഷാപരമായ നിലയ്ക്ക് അത് മുഖല്ലിദാകും. പക്ഷേ എന്തല്ലാതെ വേറെ ആളുടെ വാക്ക് അന്ധമായി സ്വീകരിക്കുക എന്നുള്ള റസൂലുള്ളാഹിന്റെ വാക്ക് തന്നെ ഒരു തെളിവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൗല് തന്നെ ഒരു ഹുജ്ജത്തുൻ ഫീ നഫ്സിഹി എന്നാണ്. അത് സ്വയം തന്നെ ഒരു തെളിവാണ്. തെളിവില്ലാതെ സ്വീകരിക്കുക എന്നുള്ളതല്ല ഇപ്പൊ പ്രശ്നമുള്ളൂ. അഖ്ദ് ഖൗലുൽ ഗൈരി മിൻ ഗൈരി മഅരിഫത്തി ദലീലിഹി, ഒരാളുടെ വാക്ക് ദലീലില്ലാതെ കണ്ട് സ്വീകരിക്കുക എന്നുള്ള. റസൂലുള്ളാഹിന്റെ വാക്ക് തന്നെ ദലീല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ദലീല്. ഇനി അതിന് വേറെ തെളിവ് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അപ്പൊ അവന് മുഖല്ലിദാവൂല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. മനസ്സിലായില്ലേ? നമ്മുടെ ഒരു മക്കൾ എന്ന് പറയുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ സ്വീകരിക്കുക എന്നുള്ള, അവനെ സ്വീകരിച്ചവനെ സംബന്ധിച്ചുകൊണ്ട് മുഖല്ലിദ് എന്ന് പറയൂല.
കാരണം മുഖല്ലിദ് എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ വാക്ക് തെളിവില്ലാതെ സ്വീകരിക്കാന്ന്. റസൂലുള്ളാഹിന്റെ വാക്ക് തന്നെ തെളിവാണ്. കാരണം എന്തുകൊണ്ട്? ഇൻ ഹുവ മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. കണ്ടങ്ങള് അല്ലേ? അള്ളാഹുവിന്റെ റസൂല് സ്വയമേ പിന്നെ ഒന്നും സംസാരിക്കില്ല, സ്വന്തമായ നിലക്കൊന്നും സംസാരിക്കില്ല. എല്ലാം വഹി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായ സംസാരമല്ലാതെ ഒന്നും തന്നെ സംസാരിക്കൂല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ദലീലാണ്. പിന്നെ അതിന് ആ ദലീലിന് വേറെ ദലീൽ തിരഞ്ഞു നടക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. നേരെ മറിച്ച് പ്രവാചകന്മാരല്ലാത്ത വേറെ ആരെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തെളിവ് സഹിതം, അഖീദത്തിന്റെ വിഷയത്തിലാണെങ്കിൽ നാം അതിന്റെ തെളിവ് സഹിതം പറഞ്ഞിരിക്കണം, എങ്കിലേ നമ്മുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ. പിന്നെ നിങ്ങൾ നോക്കുക, അത് ഇന്നലെ പറഞ്ഞതിന്റെ ഷോർട്ട് ഇപ്പം അതാണ്. അപ്പം നമ്മൾ തെളിവ് മുഖേനായിരിക്കണം നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നാം ദൃഢപ്പെടുത്തേണ്ടത്. തെളിവില്ലാതെ നാം അന്ധമായി സ്വീകരിക്കരുത്. സ്വീകരിച്ചാൽ ശരിയാവൂല എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ട് കേട്ടോ. അത് നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ അവന്റെ ഈമാൻ തന്നെ ശരിയല്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ശരിയാകും എന്നുള്ളതാണ് ബലപ്പെട്ട അഭിപ്രായം. അവൻ കുറ്റക്കാരനാമെങ്കിലും ശരിയാകും. പരിശുദ്ധ ഖുർആനും ഹദീസും പിന്നെ അത് പറഞ്ഞതിനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അതങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനും എന്തെല്ലാം മുഖല്ലിദല്ല, അവന്റെ ഈമാനും ശരി തന്നെയാകുന്നു. ഖുർആൻ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അവൻ അങ്ങനെ വിശ്വസിച്ചു, എന്നാൽ അവനതല്ല, അവന്റെ ഈമാൻ ശരി തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. റസൂലുള്ളാഹി പറഞ്ഞത് സ്വീകരിച്ചാലും ഈമാൻ ശരി തന്നെയാണ്. പിന്നെ അപ്പൊ നമ്മൾ ഇന്നലെ ആ പറഞ്ഞ വിഷയത്തിൽ നിന്ന് നമ്മൾ വിരമിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇന്നത്തെ നമ്മളെ പിന്നെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ പിന്നെ എന്താ പറഞ്ഞത്? തെളിവ് സഹിതം നാം സ്വീകരിക്കേണ്ടതുണ്ട്. എന്തെന്ന് പറഞ്ഞ നമ്മൾ മിൻ വാജിബിൻ ലില്ലാഹി 20 സിഫ വബഅദു ഫഅലം ബി വുജൂബിൽ മാരിഫ മിൻ വാജിബിൻ ലില്ലാഹി 20 സിഫ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 20 സിഫത്ത് ഉണ്ട് എന്ന് നാം തെളിവുകൾ സഹിതം മനസ്സിലാക്കേണ്ടതുണ്ട്. നിർബന്ധമായ 20 സിഫത്തുകളുണ്ട് എന്ന് നാം തെളിവ് സഹിതം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പിന്നെ ആ 20 സിഫത്തുകൾ നമ്മൾ നോക്കുക. ഒന്നാമതായിട്ട് 20 സിഫത്ത് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ അത് ഒരു 4 ഓഹരിയാക്കി നമ്മൾ വിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മാന്യ സുഹൃത്തുക്കൾ, ഇന്നത്തെ ഈ നമ്മൾ സിഫത്തിനെ സംബന്ധിച്ച് പറയുന്ന ക്ലാസ്സുകൾക്ക് നല്ലോണം ശ്രദ്ധ കൊടുത്ത് മനസ്സിലാക്കണം. ലേശം അല്പം ഒരു ഗഹനം ആയിരിക്കും, പക്ഷേ ഗഹനം അല്ലതാനും. പക്ഷെ നമ്മൾ അറിയാതിരുന്നാൻ പറ്റൂല, നമ്മൾ കുറ്റക്കാരാകും. അള്ളാഹിൻ്റെ 20 സിഫത്തിനെ നാം ശരിയാന്ന് നിലക്ക് മനസ്സിലാക്കി നമ്മൾ കുറ്റക്കാരായി തീരും. അപ്പൊ ഗഹനം നമുക്കിപ്പോൾ വെറും എപ്പോഴും നമ്മൾ പിന്നെ എന്നെക്കാണ് കൂടുതൽ ചിന്താശേഷിയും ബുദ്ധിയും ആലോചന പിന്നെ ശേഷിയൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും, ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. പക്ഷെ നിങ്ങൾക്കതൊന്ന് ഒരു ഇഷാറത്താക്കി തന്നാൽ മതി എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരു ഉസ്താദ് ശിഷ്യൻ എന്നുള്ള രീതിയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മളൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊക്കെ അള്ളാഹു താല നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. അള്ളാഹു താല അത് നിലനിർത്തി പെരുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നാം അത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയൊക്കെ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 20 സിഫത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് 4 വിധത്തിലായിട്ടാണ് നാം അതിനെ ഓഹരി ചെയ്യുന്നത്. ഒന്നാമത് സിഫാത്ത് നഫ്സിയ, സിഫത്ത് നഫ്സിയ എന്ന് പറയുന്ന ഒരു സിഫത്ത് ഒന്ന്. അത് പേരൊക്കെ പഠിച്ചു വെച്ചോളൂ. സിഫത്ത് നഫ്സിയ, സിഫത്ത് ദാത്തിയ എന്നൊക്കെ പറയും. 20 സിഫത്ത് നമ്മളിപ്പോൾ സ്കൂൾ മദ്രസന്ന് പഠിച്ചതാണ്. അതൊക്കെ 20 സിഫത്തുകൾ നമ്മൾ മദ്രസന്ന് പഠിച്ചതാണ്. അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അത് കുറച്ചുകൂടി വിശദമായിട്ട് നാം മനസ്സിലാക്കാൻ വേണ്ടി ഒരു അവസരം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അതിനൊക്കെ പ്രത്യേകം പേര് കൊടുത്തുകൊണ്ട് അങ്ങനെയല്ല. ഉയർന്ന ക്ലാസ്സിലാകുമ്പോൾ മൊത്തത്തിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടി വിശദീകരിച്ച് നാം പഠിക്കും. ഇതുപോലെ മദ്രസാ തലത്തിൽ നിന്ന് നാം മൊത്തത്തിൽ പഠിച്ചു, എന്നാൽ പിന്നെ അത് കുറച്ചും കൂടി വിശാലമായ രീതിയിൽ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. അപ്പം ഈ പിന്നെ 20 സിഫത്തുകൾ 4 ഐറ്റത്തിലാണ് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി 4 ഐറ്റം ആക്കിയതാണ്. ഒന്നാമത്തത് സിഫത്ത് ദാത്തിയ എന്ന് പറയും. അതേതാ അറിയോ? സിഫത്ത് ദാത്തിയ സിഫത്ത്. എന്താ ദാത്തിയ സിഫത്ത് എന്ന് പറഞ്ഞാല്? സിഫത്ത് എന്ന് പറഞ്ഞാൽ അതെന്ന് പറയാം. നമ്മളിപ്പോൾ ഞാൻ അറബി ഞാൻ ഒരിക്കലും അതിന്റെ അർത്ഥം പറയുള്ളൂ, പിന്നെ നിങ്ങളിത് മനസ്സിലാക്കിക്കൊള്ളണം. സിഫത്ത് എന്ന് പറഞ്ഞാൽ ഗുണം എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ?
സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണം, അള്ളാഹുവിന്റെ ഗുണങ്ങൾ. ദാത്തല്ലാത്തത്, തടിയല്ലാത്തതൊക്കെ സിഫത്താണ്. ഉദാഹരണം പറയാം, നമ്മുടെ നീളം സിഫത്ത്. അള്ളാഹു തആലക്ക് 20 സിഫത്ത്. എന്താ ഈ സിഫത്ത് എന്ന് പറഞ്ഞാൽ? അതാ പറഞ്ഞു വരുന്നത്. സിഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, അതിന് ദാത്ത് എന്ന് പറയും. നമ്മുടെ ശരീരം, ഒരു വസ്തുവിന്റെ തടിക്ക് എന്താ പറയാ? അതിന് ദാത്ത്. ഈ തടിയല്ലാത്ത ആ ശരീരത്തിലുണ്ടാകുന്ന വിവിധ, അതിന്റെ നിറം, അതിന്റെ നീളം, അതുപോലെ തന്നെ അങ്ങനെയുള്ള വണ്ണം, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിനൊക്കെ എന്ന് പറയാം നമുക്ക് സിഫത്ത് എന്ന് വിശേഷിപ്പിക്കാം. ഒരു ആപ്പിൾ എടുക്കാം. ആപ്പിളിന്റെ നിറം അതിന്റെ ഗുണമാണ്, അതിന്റെ സിഫത്താണ്. പക്ഷെ ആപ്പിൾ എന്ന് പറയുന്ന തടിയല്ല, അതിന്റെ നിറം വേറെയാണ്, അതിന്റെ തടി വേറെയാണ്. അല്ലേ? ഇതിനോട് യോജിക്കൂലേ? ഇതിലെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഒരു വസ്തുവും അതിന്റെ ഗുണവും വ്യത്യാസമല്ലേ? ഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ വസ്തു അല്ലാത്ത, അതിന്റെ തടിയല്ലാത്തതിനേക്കാണ് ഗുണമെന്ന് പറയുന്നത്. അപ്പൊ ഒരു വസ്തുവിന്റെ അതിന്റെ തടിയും അതിന്റെ ഗുണവും വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ദാത്ത് ഒന്ന് വേറെയാണ്, അവന്റെ സിഫത്തൊന്ന് വേറെയാണെന്ന് മനസ്സിലായി. ഇന്നാലിന്റെ വ്യക്തിക്ക്, എന്റെ സുഹൃത്തിന് പ്രത്യേക ഒരു സ്വഭാവം അവനിക്കുണ്ട്. ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന്റെ ഗുണമാണ്. എന്ത് സ്വഭാവം എന്നറിയോ? അവന് മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. ദേഷ്യപ്പെടാതെ അവനിക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ഗുണം അവനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു ഗുണമായിട്ടാണ് കേട്ടുന്നത്, അതൊരു സിഫത്തായിട്ടാണ്. അതിനാണ് സിഫത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസം. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഗുണം, സത്ത, ഗുണം എന്നൊക്കെയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 20 സിഫത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ദാത്തിനിക്ക് 20 ഗുണങ്ങൾ, നിർബന്ധമായ ഗുണങ്ങളുണ്ട്. ഈ 20 ഗുണത്തിൽപ്പെട്ട ഒരു ഐറ്റം, അതിന് സിഫത്ത് നഫ്സിയ എന്നാ പറയുന്നത്. സിഫത്ത് നഫ്സിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സിഫത്ത് ദാത്തി, അള്ളാഹിന്റെ തടി തന്നെ. അതിന് ഗുണമല്ലത് യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ തടി തന്നെയാണ്. അതാ പറഞ്ഞത്. അതിന്റെ അള്ളാഹുവിന്റെ ഗുണമാണത്. അള്ളാഹുവിന്റെ ദാത്ത് തന്നെയാണ്. പക്ഷെ എന്തല്ല, അത് ഗുണമല്ല. ഞാൻ ഇപ്പോ പറഞ്ഞ മനസ്സിലാവും. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി, ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. കണ്ടില്ലേ? മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഫല്ലാഹു മൗജൂദ്, അല്ലാഹു മൗജൂദാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ മൗജൂദ് തന്നെയല്ലേ? അല്ലാഹ് എന്നുള്ളത് തന്നെ വുജൂദ് എന്ന് വെച്ചാല് അള്ളാഹുവിന്റെ വുജൂദ് അല്ലാഹ് തന്നെയല്ലേ? വേറെന്തെന്നാണോ? ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് എന്റെ വുജൂദ്, എന്റെ അസ്തിത്വം ഞാൻ തന്നെയാണ്. അപ്പൊ വുജൂദ് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട് അള്ളാഹു തആലക്ക്. അതും തന്നെയാണ്. അത് സിഫത്ത് എന്ന് നമ്മൾ ആലങ്കാരികമായി പറയാ. യഥാർത്ഥത്തിൽ അത് വേറെ സിഫത്തല്ല, വേറൊരു ഗുണമല്ലത്. അള്ളാഹു ഉണ്ട് എന്നുള്ളത് അള്ളാഹു തന്നെ. അള്ളാഹു ഉണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാത്ത് തന്നെയാണ് അവൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാലും അത് മറ്റൊരു ഗുണമല്ല. പക്ഷേ നമ്മൾ ഇമാം അബുൽ ഹസൻ അശ്ശരി ഇമാമിനെ പോലുള്ള പണ്ഡിതന്മാർ അതുപോലെ തന്നെ നമ്മളൊക്കെ എന്താ അത് സിഫത്തിനായിട്ട് എണ്ണുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് മജാസാണ്, ആലങ്കാരികമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിഫത്ത് മാത്രമേ ഉള്ളൂ, ബാക്കി 19 പറയാം. കേട്ടോ. അപ്പോൾ നഫ്സിയ സിഫത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിവിടെ സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സത്ത അല്ലാത്തതിനാണ് സിഫത്ത് ഗുണമെന്ന് പറയുന്നത്. എന്നാൽ മൗജൂദ് അള്ളാഹു തആല ഉള്ളവനാകുന്നു. ഫല്ലാഹു മൗജൂദ് എന്ന് പറഞ്ഞാല് അള്ളാഹു ഉള്ളവനാകുന്നു. എന്താ അള്ളാഹു ഉള്ളവൻ എന്ന് പറഞ്ഞാല്? അവൻ മഖ്ലൂഖ് അല്ല എന്നർത്ഥം. അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല, ഉള്ളവനാണ്. പണ്ട് കാലം എന്ന് പറയാൻ പറ്റൂല. കാലം എന്നുള്ള അള്ളാഹു സൃഷ്ടിച്ചതല്ലേ? നമ്മുടെ മലയാള ഭാഷയുടെ ഒരു പരിമിതിയാണ്. അള്ളാഹു തആല പണ്ടേ ഉള്ളതാണെന്ന് പറഞ്ഞാല് ഈ പണ്ട് എന്നുള്ളത് ഏതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്? ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങിയതിനേക്കാണ് പണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ചുകൊണ്ട് പണ്ട് എന്ന് പറയാൻ പറ്റും. അവൻ തുടക്കമില്ലാതെ, അവനുണ്ടായതിനിക്ക് യാതൊരു തുടക്കവുമില്ലാതെ ഉണ്ടായവനാകുന്നു എന്നിപ്പോ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അതിന് സ്വന്തമായ ഒരു പദം നമ്മുടെ ഭാഷയില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഷയൊക്കെ പദാർത്ഥത്തിന് അധീനമായിട്ടുള്ളവരാണ്. പദാർത്ഥം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മക്കാന്
പിന്നെ സമയത്തിനും സ്ഥലത്തിനും ബന്ധിതമായി കിടക്കുന്നതാണ്. നമ്മളും നമ്മുടെ ഭാഷയും എല്ലാം തന്നെ സമയത്തിനും സ്ഥലത്തിനും ബന്ധിതമായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ പിന്നെ സ്ഥലത്തിന് അതീതമായ നിലക്ക് അല്ലെ സമയത്തിന് അതീതമായ നിലക്ക് നമുക്ക് സംസാരിക്കാൻ സാധിക്കൂല. നമ്മുടെ ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ട് ഒന്നിരിക്കൽ സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്നിരിക്കൽ ഭാവിയായിരിക്കണം അല്ലെ, സംസാരിക്കുന്ന വിഷയം ഒന്നിരിക്കൽ കഴിഞ്ഞു പോയ വിഷയമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴുള്ളതായിരിക്കുന്ന വിഷയമായിരിക്കും. അതായത് വർത്തമാനകാലം അല്ലെ ഭാവി ഭൂതം വർത്തമാനകാലം. ഇതാണ് പിന്നെ സമയത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ പറഞ്ഞാലും നമ്മുടെ ഭാഷയിൽ സമയം വന്നുകൂടും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളവനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആല മഖ്ലൂഖല്ല, അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവനല്ല. അള്ളാഹു മൗജൂദാണ്, മഖ്ലൂഖല്ല. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല. അപ്പൊ നമ്മളൊക്കെ മൗജൂദ് തന്നെയാണ്, പക്ഷെ നമ്മൾ എന്തുണ്ട്, നമ്മളൊക്കെ ഉള്ളതാണ്, പക്ഷെ ഉള്ളതിന് നാശമുണ്ട്. അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല. മൗജൂദ് എന്ന് പറയാൻ അള്ളാഹുവിന് വുജൂദ് എന്ന് യഥാർത്ഥത്തിൽ ഹഖീഖത്ത് നിൽക്ക് വുജൂദിയത്തുള്ളവൻ, ഒരു കാലത്തും നശിക്കാത്ത രീതിയിലുള്ള വുജൂദ്, അസ്തിത്വമുള്ളവൻ. അതെന്താ, ആരെ മാത്രമാകുന്നു? അള്ളാഹു മാത്രമാകുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, ഈ വുജൂദ് എന്ന് പറയുന്ന, ഇപ്പൊ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത ഒരു പിന്നെ ബൈത്ത്, ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ്. ഇതിലിപ്പോ എത്ര സിഫത്ത് നോക്കിയാട്ടെ നിങ്ങൾ, നമ്മൾ എണ്ണി നോക്കുക. ഫല്ലാഹു മൗജൂദ് എന്നുള്ള ഒരു സിഫത്ത് അല്ലേ, മൗജൂദ് എന്നുള്ളത് ഒരു സിഫത്ത്. പിന്നെ ഖദീം എന്നുള്ളതോ രണ്ടാമത്തെ മറ്റൊരു സിഫത്ത്. ബാഖി എന്നുള്ളത് മൂന്നാമത്തെ ഒരു സിഫത്ത്. മുഖാലിഫുൻ ലിൽ ഖൽഖി, സൃഷ്ടികളോട് എതിരാവുക എന്നുള്ളത് വേറൊരു സിഫത്ത്. എത്ര ഇപ്പം 4 സിഫത്തായി അല്ലേ? അതിൽ ആദ്യം പറഞ്ഞ മൗജൂദ് എന്നുള്ളത്, അതിനാണ് പണ്ഡിതന്മാര് പിന്നെ നഫ്സിയായ സിഫത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആലാന്റെ സത്ത തന്നെയാണ് അവന്റെ ആസ്തിക്യവും എന്നുള്ളത് കൊണ്ട് ദാത്തിൽ നിന്ന് അവന്റെ സത്തയിൽ നിന്ന് കൂടുതലായിരിക്കുന്ന സായിദായിരിക്കുന്ന ഒരു ഗുണമല്ല വുജൂദ് എന്നുള്ളത്. അതുകൊണ്ട് അത് നഫ്സിയാ സിഫത്ത് എന്ന് പറയുന്നു. എന്നാൽ ഖദീം എന്നുള്ളത്, ഖദീം എന്നുള്ള എന്താ അർത്ഥം? അവനുണ്ടാതിരിക്കുക യാതൊരു തുടക്കവും ഇല്ലാത്തവനാകുന്നു എന്നുള്ളതാ. അത് അള്ളാഹുവിന്റെ സിഫത്ത് തന്നെയാണെങ്കിലും പക്ഷെ അതെന്തല്ല, അതിന് പണ്ഡിതന്മാർ വേറെ പറയുന്നത്. ഈ ശേഷമുള്ളത് എനിക്ക് അപ്പൊ മൗജൂദ് ഖദീമുൻ ബാഖി, ഖദീമ് അതുപോലെ തന്നെ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി. അപ്പൊ ഈ മൂന്ന് സിഫത്തുകൾ. അപ്പൊ ഖദീം എന്നുള്ള ഖിദമ് അല്ല, നമ്മളിപ്പോ മദ്രസ പഠിച്ചത് എങ്ങനെയാണ്? ഖിദം എന്ന സിഫത്തുള്ളവൻ ഖദീം, അതാട്ടോ. ഖുദ്റത്ത് എന്ന സിഫത്തുള്ളവൻ ഖാദിർ, ഖിദം എന്ന സിഫത്തുള്ളവൻ ഖദീം. അതുപോലെ തന്നെ ബഖായിലെ അടുത്തെന്താണെന്ന്? ബഖായ് അല്ലാഹു തആലാന്റെ സൽബിയ സിഫത്ത്. അപ്പൊ പറഞ്ഞു വരുന്നതാണ് പിന്നെ ആദ്യത്തെ സിഫത്ത് മൗജൂദൻ എന്നുള്ളത്, അതിന്റെ പേര് സിഫത്ത് നഫ്സിയ എന്നാണ്. ശേഷം പറഞ്ഞ ഖദീം, ബാഖി, മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി എന്നുള്ളതും അതുപോലെ തന്നെ പിന്നെ അതിന് ശേഷമുള്ള ഒരു 2 കൂടി ഉണ്ട്, 5 ഉണ്ട്. 5 സൽബിയ സിഫത്തുകൾ, 5 സൽബിയ സിഫത്തുകൾ. വഖായിമുൻ വഗനിന്നല്ലോ വവാഹിദുൻ, ഖിദം, ബഖായ്, മുഖാലിഫത്തുൽ ഹവാദിസി, ഖിയാമു ബിൻ നഫ്സ്, വഹദാനിയത്ത്. ഇങ്ങനെ 5 സിഫത്തുകൾ. ഈ 5 സിഫത്തിന്റെ പേരാണ്, ഈ 5 സിഫത്തിന്റെ പേരാകുന്നു എന്ത്? സിഫാത്ത് സൽബിയ, സിഫാത്ത് സൽബിയ. അപ്പോൾ ഫല്ലാഹു മൗജൂദ് അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല മൗജൂദാണ് എന്ന് പറയുന്ന ഒരു സിഫത്ത്, ആ സിഫത്ത് നഫ്സിയ എന്ന് പറയും. ബാക്കിയുള്ള പിന്നെ 5 സിഫത്തുകളുണ്ട്. ഒന്ന് ഖദീം, ബാഖി, പിന്നെ ഖദീം, ബാഖി, പിന്നെന്താ? മുഖാലിഫുൽ ലിൽ ഖൽഖ്, സൃഷ്ടികളോട് എതിരാവുക. വഖായിമുൻ ഗനി വവാഹിദ്, കേട്ടോ. വഖായിമുൻ ഗനിയുൻ വവാഹിദുൻ. അപ്പൊ തന്നെയായി ഖായിമ്, ഖിയാമുൻ ബിൻ നഫ്സ്. ഖിയാം ബിൻ നഫ്സ് തന്നെയാണ് ഗനി എന്ന് പറഞ്ഞാൽ.
വാഹിദ് വഹദാനിയത്ത്. അപ്പം അതും കൂടി ഞാൻ പേസ്റ്റ് ചെയ്ത് തരാം ഇൻഷാ അല്ലാഹ്. എന്നാൽ പിന്നെ അത് നമ്മളെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അതാ ഇതന്നെ കേട്ടാ. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഇത്ലാഖ് എന്നുള്ളടത്ത് വാവ് കൊണ്ടാണ് അവിടെ അങ്ങനെ ചേർന്നു. വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈഇ. വളരെ സുഖമാണ്. ഓരോ ബെയ്ത്തെ ഓരോ ദിവസം എടുക്കുന്നുള്ളൂ. എല്ലാവരും കാണാതെ പഠിക്കണേ, എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തആല എളുപ്പമാക്കി തരും. പിന്നെ അപ്പം അതിന്റെ അർത്ഥത്തോടു കൂടെ ഇവിടെ എന്താ പറഞ്ഞത്? ഖായിമുൻ ഗനി. അപ്പം ഖദീം, ബാഖി, മുഖാലിഫ്. അല്ലാഹു തആലാക്ക് ഖിദം എന്നൊരു സിഫത്തുണ്ട്, അതുപോലെ തന്നെ ബഖാ എന്ന സിഫത്തുണ്ട്. അർത്ഥം ഞാൻ പറഞ്ഞുതരാം. മുഖാലിഫുൻ ലിൽ ഖൽഖി എന്ന് പറഞ്ഞൊരു സിഫത്തുണ്ട്. ഖായിമുൻ ഗനി എന്ന് വെച്ചാൽ ഖിയാമുൻ ബിൻ നഫ്സ് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. വവാഹിദുൻ വഹദാനിയത്ത് എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. ഇങ്ങനെ ഈ 5 സിഫത്തുകൾക്ക് നമ്മൾ സെൽബിയ സിഫത്ത് എന്നാണ് പറയുന്നത്. സെൽബിയായ സിഫത്തുകൾ. ഇന്നിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സെൽബിയ സിഫത്തിനെ പറ്റിയുള്ള ചർച്ച മാത്രമേ ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള പിന്നെ ഖാദിർ മുരീദ് എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത അബൈത്ത് തന്നെ അതാ കുറച്ച് ഭാഗം. വഹയ്യുൻ ഖാദിറുൻ മുരീദുൻ ആലിമുൻ എന്നൊക്കെ പറയുന്ന അതൊക്കെ തന്നെ എന്താ അറിയോ? അതിന്റെ പേര്, ആ സിഫത്തിന്റെ പേര് സിഫത്തുൽ മആനി എന്നാകുന്നു. അതിന്റെ അർത്ഥം ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സിഫത്ത് സെൽബിയ എന്ന് പറഞ്ഞ 5 സിഫത്തുകളെ സംബന്ധിച്ചുകൊണ്ടാണ്. സെൽബിയ സിഫത്തുകള് ബെയ്ത്ത് ഫുള്ളായിട്ടോ. ബെയ്ത്ത് 57 ബെയ്ത്താണുള്ളത്. പിന്നെ അതിൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഞാനൊന്ന് പിന്നെ ചെയ്തു തരാം. പക്ഷെ നിങ്ങൾ എടുത്തു വെക്കണം. പക്ഷെ ചിലതൊക്കെ തമ്മിൽ ചേർന്ന് പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പിന്നെ ബെസ്റ്റ് നിങ്ങൾ എടുത്തു വെച്ചു, അത് നല്ലതാണ്. പിന്നെ നിങ്ങൾ ഒന്ന് ശരിക്കൊന്നേ തമ്മിൽ ചേർന്ന് പോവാതെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒന്ന് പേസ്റ്റ് ചെയ്ത് തരാം. ഇത് നോക്കിയോളൂ. അത് പകുതിയാണേ. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ചുകൂടി ഇതാ. അതിപ്പം തന്നെ അടുത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇതുകൂടി ഇതിൻ്റെ കൂടെ ഇത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അതാ ഇത് കഴിഞ്ഞു. ലാസ്റ്റാണിത്. കേട്ടോ നിങ്ങൾ? താരീഖുഹാ ലൈ ഹയ്യുൻ ഗൈറു ജുമൽ സമ്മൈതുഹാ അഖീദത്തുൽ അവാമി മിൻ വാജിബി ഫിദ്ദീനി ബിത്തമാമി എന്ന് പറയാൻ അതോടുകൂടെ അത് കഴിഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ. കിതാബിൻ്റെ പേര് കിതാബുൽ അഖീദത്തുൽ അവാമി എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ? സെൽബിയ സിഫത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയാകുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഖിദം എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. അപ്പൊ എന്താ ഖിദം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് അവൻ ഉണ്ടായതിനിക്ക് തുടക്കമില്ലാത്തവൻ. അപ്പൊ എന്താ ഈ സെൽബിയ സിഫത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം അർത്ഥം വെക്കണം. നമ്മൾ ഈ നഫ്സിയ സിഫത്ത് എന്ന് പറഞ്ഞു, അതായത് വുജൂദ് എന്ന് പറയുന്ന ഒരു സിഫത്ത് അല്ലാഹു തആലാക്ക് ഉണ്ട്, ഗുണം അല്ലാഹു തആലാക്ക്. എന്താ വുജൂദ് എന്ന് പറഞ്ഞാൽ അസ്തിത്വമുള്ളവൻ. അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ തന്നെ അസ്തിത്വമുള്ളവനാ. അപ്പൊ അതൊരു അവന്റെ സിഫത്തായിട്ട് അവന്റെ ഗുണമായിട്ട് കാണേണ്ടത് അവന്റെ സത്ത തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പേര് അതിന് വേറെ മാറ്റി പറഞ്ഞ് അത് സിഫത്ത് നഫ്സിയ, സിഫത്ത് ദാത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി പറയാൻ പോകുന്നത് സിഫത്ത് സെൽബിയ ആകുന്നു. ഈ സിഫത്ത് സെൽബിയ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദാത്തിൽ അത് ഉണ്ടാവൂല. അള്ളാഹുവിന്റെ ദാത്തിൽ നിലകൊള്ളുന്ന ഒരു ഗുണമല്ലത്. ഉദാഹരണം പറയാം, അല്ലാഹു തആല ഖദീമാണെന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു തആല ഖദീമാണെന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടായതിനിക്ക് യാതൊരു തുടക്കവുമില്ല. നമ്മളിങ്ങനെ കാലക്കണക്കൊന്ന് കൂട്ടി വെക്കിട്ട് കാര്യമല്ല. എത്ര കാലം മുതലാണ് കോടാനുകോടിയോ അല്ലെ അത്ര പിന്നെ അതിന്റെ അപ്പുറമുള്ള കോടിയോ അങ്ങനെ ഒരു കോടി കൂട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. അല്ലാഹു തആല ഉണ്ടായതിനിക്ക് ഒരറ്റം ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. സുബ്ഹാനല്ലാഹ്. ഹുവൽ അവ്വലു, അല്ലാഹു തആലയാണ് അവ്വല്. എന്താണ് അതിന്റെ അർത്ഥം? ഏതാണ് പടച്ചോനെ പറയുന്നത്? അവന്റെ ഉണ്ടായതിനിക്ക് യാതൊരു തുടക്കവുമില്ല. അവൻ വലം യക്കുൻ ഷൈഉൻ മാഹു. അല്ലാഹു മൗജൂദൻ വലം യക്കുൻ ഷൈഉൻ മാഹു. അള്ളാഹുവിനോട് കൂടെ അല്ലെ അള്ളാഹുവിനൊപ്പം, അള്ളാഹുവിന് മുമ്പ്, അള്ളാഹുവിനോട് കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. വലം യക്കുൻ ഷൈഉൻ മഅഹു എന്ന് ഒരു ഹദീസിലുണ്ട്, വലം യക്കുൻ ഷൈഉൻ എന്നുണ്ട്, ഖബ്ലഹു എന്നുണ്ട്.
അള്ളാഹുവിന് മുമ്പ് ഒരു വസ്തുവില്ല, അള്ളാഹുവിനോട് കൂടെയും ഒന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹു തആല ഉള്ളവനാണ്. അപ്പൊ ലോക ചരാചരങ്ങളാ സർവ്വ വസ്തുക്കളും പിന്നീടുണ്ടായതാകുന്നു. ഇതാണ് നമ്മൾ ഖദീം, അള്ളാഹു ഖദീമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. എന്ത്? അള്ളാഹു ഉണ്ടായതിലേക്ക് ഒരു തുടക്കവുമില്ല. പരിശുദ്ധ ഖുർആനിൽ ഹുവൽ അവ്വലു എന്ന് പറഞ്ഞതിന്റെ ആശയം തന്നെയാണ് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഖദീം എന്നുള്ളത്. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. പിന്നെ മറ്റൊന്ന് പറഞ്ഞാല് ഹുവൽ ആഖിറു, ഹുവൽ അവ്വലു വൽ ആഖിറു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം എന്നുമെന്നും ഉണ്ടാവുന്നവനാണ്. അവന് ഉണ്ടാവുന്നതിനൊരു അവസാനമില്ല, അവൻ ഉണ്ടാവുന്നതിനൊരു അവസാനമില്ല, അവന് കലാകാലം ഉണ്ടായിരിക്കും. അതാ നമ്മൾ പറഞ്ഞത് ഇത് ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി എന്ന് പറയുന്ന അർത്ഥതാ. ബാഖി എന്ന് പറഞ്ഞാൽ ബഖായി, എന്നുമെന്നും ഉണ്ടായിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഗുണമാണ്. അപ്പൊ എന്താണ്? സ്വർഗവും നരകവും ഒന്നും ഉണ്ടാവൂലേ? സ്വർഗവും നരകവും ഒന്നും ഉണ്ടായി നശിക്കുകയോ? സ്വർഗവും നരകവും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പ്രകാരം സുഹൃത്തുക്കളെ, സ്വർഗത്തിന് നരകത്തിനും നാശമില്ല. അത് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു, അതിന് നാശമില്ലാത്തതാകുന്നു. അപ്പോ ഈ ബഖാവ് എന്ന് പറയുന്ന ഒരു സിഫത്ത് സ്വർഗത്തിലും ഉണ്ടായില്ലേ? അപ്പൊ അള്ളാഹുവിന് മാത്രമുള്ളതാണോ ഈ ഗുണം ബഖാവ് എന്നുള്ളത്? അല്ലാന്ന് വന്നില്ലേ? അല്ലാന്ന് വരില്ലേ? സ്വർഗവും നരകവും അതിലുള്ള അനുഗ്രഹങ്ങളും നശിക്കൂല എന്നുള്ളതാണ് അഖീദ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി, അവൻ എന്നുമെന്നും നിലനിൽക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ ഈ ബാക്കി എന്ന് പറയുന്ന ഗുണം അള്ളാഹു അല്ലാത്തവർക്കുണ്ടായില്ലേ? അള്ളാഹു തആല അല്ലാത്തവർക്കുണ്ടായില്ലേ? അപ്പൊ എന്താ ചെയ്യാ നമ്മള്? എന്നോ ലൗലമ്യക്കുൻ ബാക്കിൻ ലജാസ അലൈഹിൽ അദമു. അതെ, എന്നുമെന്നും ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് അതല്ല. നമ്മൾ വേറെ സംശയം മറുപടിയാ പറയുന്നത്. സാധാരണ മൗലവിമാരെയും അതായത് ശരിക്ക് അഖീദ മനസ്സിലാക്കാത്ത, ശരിക്ക് പിന്നെ കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാത്ത ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, അള്ളാഹുവിന്റെ ഒരു സിഫത്ത് സൃഷ്ടികൾക്ക് വന്നുപോയാൽ അത് ശിർക്കായില്ലേ? എന്നാൽ ചോദിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ബഖാഇ എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. അള്ളാഹു തആല എന്നുമെന്നും നിലനിൽക്കുന്നവനാണ്, അവൻ ഉണ്ടാവുന്നതിനിക്ക് ഒരു അവസാനമില്ല എന്നുള്ള സിഫത്ത് ഗുണം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. എങ്കിലും സ്വർഗവും നരകവും പിന്നെ നശിക്കണമെന്ന് വരില്ലേ അള്ളാഹു തആലയുടെ സിഫത്തിൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല സിഫത്തിൽ പങ്കുചേരലാവോ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഒക്കെ ശാശ്വതമായ നിലനിൽപ്പ്? കുല്ലുമൻ അലൈഹ ഫാൻ അത് പെടൂല. മനസ്സിലായില്ലേ? ഇല്ലാ മൻ ഷാ റബ്ബുക എന്നല്ലേ, ഇല്ലാ മാ ഷാ അല്ലാഹു എന്നല്ലേ? അത് വേറെ, അത് നമ്മുടെ അഖീദൻ, അത് മുമ്പിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സ്വർഗവും നരകത്തിനും ബഖാവുണ്ട്. അപ്പൊ അള്ളാഹു തആലാക്കും ബഖാവുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ സിഫത്ത് തന്നെയാവില്ലേ സ്വർഗത്തിനും നരകത്തിനും വന്നത്? അപ്പൊ അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ? ശിർക്കായില്ലേ? എന്നല്ല അതിന് മറുപടി കേട്ടോളൂ. അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ ദാത്തിയ സിഫത്തുകളാകുന്നു. അള്ളാഹുവിന്റെ ബഖാവ് എങ്ങനെയാണ്? അവൻ മറ്റൊന്നും ഇസ്തിംദാദ് ചെയ്യാത്തതായിരിക്കുന്ന ബഖാ ആകുന്നു, മറ്റൊന്നും ലഭിക്കാത്ത ബഖാ ആകുന്നു, സ്വയമുള്ളതാണ്. അള്ളാഹുവിൻ്റെതൊക്കെ അങ്ങനെ ഉണ്ട്. അതിനാ നമ്മൾ അടുത്തൊരു സിഫത്ത് പറഞ്ഞ് എന്താണ്? വഖായിമുൻ ല്ലേ, നമ്മൾ പറഞ്ഞില്ലേ? വഖായിമുൻ എന്താണ്? പിന്നെ വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ. വഖായിമുൻ ഗനി എന്ന് പറഞ്ഞാൽ, ഗനി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗനിയാൻ. ഗനി എന്ന് വെച്ചാല് ഗനിയും ഫി ദാത്തിഹി, ഗനിയും ഫി സിഫാത്തിഹി, ഗനിയും ഫി അഫ്ആലിഹി. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു തആല അവന്റെ ദാത്തില്, അവന്റെ സിഫാത്തില്, അവന്റെ അഫ്ആലിൽ സൃഷ്ടികളെ തൊട്ടുകൊണ്ട് നിരാശ്രയനാകുന്നു. ഒന്നും അവന്റെ ഫെയിലുകളിൽ ആരെയും ആശ്രയിക്കുന്നില്ല. അള്ളാഹു തആലയുടെ ദാത്തിന്റെ നിലനിൽപ്പിന് ഒരു മുഖസ്സിസ് വേണ്ട, അള്ളാഹുവിന്റെ സിഫാത്തിന് പിന്നെ ഏത് വേണ്ട, ഒരു മഹല്ല് വേണ്ട. അള്ളാഹുവിന്റെ സിഫത്തിന് ഒരു മഹല്ല് വേണം, പക്ഷേ സിഫത്തിനും എന്ത് വേണ്ട, പിന്നെ മറ്റുള്ളതിലേക്ക് ഒരു ആശ്രയം വരുന്നില്ല. അള്ളാഹുവിന്റെ സിഫത്ത് അള്ളാഹുവിന്റെ ദാത്തിലേക്ക് എന്തുണ്ട്? അള്ളാഹുവിന്റെ ദാത്തിൽ നിലകൊള്ളുന്നതാ, ദാത്തിലേക്ക് ആവശ്യമുള്ളതല്ല. അത് വേറെ ചർച്ചയാണ്. പിന്നെ അള്ളാഹു തആല ഗനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്? അവന്റെ സിഫത്ത്, അവന്റെ സിഫത്തിൽ അവൻ ആരെയും ആശ്രയിക്കൂല. ഇതാണ് അള്ളാഹുവിന്റെ സിഫത്തിൻ്റെത്. അപ്പൊ അള്ളാഹുവിന്റെ ബഖാവ് എന്ന് പറയുന്നത് അത് ദാത്തിയാകുന്നു. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ബഖാവ് എന്നുള്ളത് അതെന്താകുന്നു? അത് ഇസ്തിംദാദിയാകുന്നു, അത് പിന്നെ അറളിയാകുന്നു. അള്ളാഹു നൽകുന്ന ബഖാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ബഖാ. ഇവിടെയാണ് വൈബി അയച്ചിരിക്കുന്നത്. ആരെന്നറിയോ?
പിന്നെ ഒരു വിഭാഗമുണ്ട്. ആരാ? മുഅ്തസിലത്താണോ എന്ന് സംശയമുണ്ട്. മുഅ്തസിലത്തോ കറാമിയത്തോ രണ്ടാമതൊരു വിഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അള്ളനെ അവർ ഈ ആയത്തിൽ ആകെ ഓലിക്ക് പയച്ചുപോയി. സ്വർഗവും നരകമൊക്കെ നശിച്ചു പോകണം, സ്വർഗത്തിനും നരകത്തിനും ശാശ്വതമില്ല. അത് വഹാബികൾ ഇപ്പം അതിന്റെ പുതിയ ആളുകളാണ്. വഹാബികൾ ഇപ്പം അതിന്റെ ആ പുതിയ ഇപ്പോഴത്തെ അത് ഏറ്റെടുത്ത് പിടിച്ചു നടക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് സ്വർഗവും നരകവും നശിക്കുന്നുള്ള അഭിപ്രായം, നരകം നശിക്കുന്ന അഭിപ്രായം ഉണ്ട് കേട്ടോ. ഇബ്നു തൈമിയ്യക്കൊക്കെ എന്താ അഭിപ്രായം ഉണ്ട്, നരകം സ്വർഗം നശിക്കൂല എന്നുണ്ട് അയാൾ പറയുന്നുണ്ട്. ഇബ്നു തൈമിയ്ക്ക് ഇബ്നു ഖയ്യിമിനൊക്കെ വേറെ ഒരു വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു വാദമുണ്ട് സുഹൃത്തുക്കളെ. ശരിക്ക് അവരുടെ അഖീദ പഠിക്കുമ്പോഴേ നമ്മുടെ ആലിമീങ്ങൾക്ക് പറഞ്ഞ് 200 ചില്ലാനം അഭിപ്രായ വ്യത്യാസം, 200 ചില്ലാനം എന്നല്ല വരുന്നത്. ശരിക്ക് ഇവരുടെ അഖീദ വിശകലനമായി പഠിച്ച് അതൊന്ന് താരതമ്യ പഠനം നടത്തി നോക്കുമ്പോൾ തഫ്സീർ നൽകുതാം അത് പരിശോധിക്കുകയാണെങ്കിൽ 260 എന്നല്ല 500-ലേറെ കടക്കും. ഇവരും സുന്നത്ത് ജമാഅത്തും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ യാതൊരു സംശയം അക്കാര്യത്തിലില്ല. സ്വർഗവും നരകവും, സ്വർഗം നശിക്കൂല ഉറപ്പന്നെ, നരകം നശിച്ചു പോകും. കുറെ കാലം കഴിഞ്ഞാൽ നരകം നശിച്ചു പോകുമെന്നുള്ള ഒരു വിചിത്രമായ വാദം ഇബ്നു തൈമിയ്യക്കും ഇബ്നു ഖയ്യിമിനും ഉണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നു ഏതല്ല, പിന്നെ നരകം നശിക്കൂല, സ്വർഗവും നശിക്കൂല, അതിന് നൈമും നശിക്കൂല എന്നുള്ള. അപ്പൊ അതിന് ബക്കാവ് എന്ന് പറഞ്ഞ സിഫത്തുണ്ട്. പക്ഷേ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ബക്കാവ് അത് അതായി എന്താകുന്നു, അള്ളാഹു നൽകിയതായിരിക്കുന്ന ഗുണമാകുന്നു, സ്വയം ഉള്ളതായിരിക്കുന്ന ഗുണമല്ല. അപ്പൊ നമുക്ക് എന്ത് കൂടി അതിൽ വരുന്ന ഒരു സംശയത്തിനും കൂടി നാം മറുപടി പറഞ്ഞു. ഓക്കെ. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദാത്തില് സിഫാത്തില് അഫ്ആൽ എല്ലാം തന്നെ അവൻ എന്താകുന്നു, ഗനിയാകുന്നു. അവൻ മറ്റാരെയും ആശ്രയിക്കുന്നവനാവാൻ പാടില്ല. അപ്പോ അല്ലാഹു തആലക്ക് ഖിദം എന്ന് പറയുന്ന ഒരു സിഫത്തുണ്ട്. ഖിദമുള്ളവൻ ഖദീമ്, ബഖായി എന്ന് പറയുന്ന സിഫത്തുള്ളവൻ ബാഖി. അതാണ് വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. ബാഖി എന്ന് പറയാൻ മനസ്സിലായല്ലോ. ബാഖി എന്ന് പറയാൻ എന്താ? ബാഖി എന്ന് പറഞ്ഞാല് അവൻ ഉണ്ടാവുന്നതിനിക്ക് ഒരു അറ്റവും ഇല്ലാത്തവൻ. ഇതാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ സെൽബിയ സിഫത്ത. അപ്പൊ നമ്മൾ സെൽബിന്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ അല്ലേ. സെൽബി എന്ന് പറഞ്ഞാല്, സെൽബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിനെ തൊട്ടുകൊണ്ട് പോരായ്മയെ ഇല്ലാതാക്കുന്നത്. അത് അള്ളാഹുന്റെ ദാത്തിലുള്ള ഒരു ഗുണമല്ലത്. നേരെ മറിച്ചുകൊണ്ട് അള്ളാഹു തആല ആലിമാണെന്ന് പറഞ്ഞു. ശരിക്കും മനസ്സിലാക്കണം. അതാ പറഞ്ഞ ലേശം ഒരു ഗഹനമായിരിക്കും വിഷയം. അള്ളാഹു തആല ആലിം എന്ന് പറഞ്ഞു. ഇൽമ് എന്ന് പറയുന്ന ഒരു ഗുണം അള്ളാഹിന്റെ ദാത്തിൽ നിലകൊള്ളുന്നില്ലേ? അള്ളാഹുവിന്റെ സത്തയിലുള്ള ഒരു ഗുണമല്ലേ ഇൽമ് എന്ന് പറഞ്ഞാല് അല്ലേ? അറിവ് എന്നുള്ളത് അള്ളാഹുവിന്റെ ദാത്തിൽ ഉള്ള ഒരു ഗുണമാണ്. അത് ദാത്തിൽ തന്നെ അതിനൊരു ഒരു മാന, ഒരു ആശയം അതിലുണ്ട്. പക്ഷെ നേരെ മറിച്ചുകൊണ്ട് അള്ളാഹു എന്നും നിലനിൽക്കുന്നവനാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ ദാത്തിലുള്ള ഒന്നല്ലത്, അള്ളാഹുവിന്റെ ദാത്തിൽ നിലകൊള്ളുന്നതല്ല. അത് അതിനർത്ഥം എന്താണ്? അവൻ നശിക്കാത്തവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു തആല ഖദീമാണ് എന്നുള്ളത് അള്ളാഹിന്റെ ദാത്തിലുള്ള ഒന്നല്ല, ദാത്തിന്റെ ഒരു ഗുണമാണത്. മനസ്സിലായില്ലേ? അല്ല, ദാത്തിൽ നിലകൊള്ളുന്ന ഒരു വിഷയമല്ല. ഞാൻ പറയട്ടെ, പിന്നെ ഉദാഹരണം പറയുമ്പോൾ ഞാനിപ്പം എൻ്റെ കമ്പ്യൂട്ടറിന്റെ മുൻഭാഗത്താവുന്നു എന്ന് പറഞ്ഞു. കമ്പ്യൂട്ടറിന്റെ മുൻഭാഗത്താവുന്നു എന്ന് പറഞ്ഞു. അതിപ്പോ എൻ്റെ ദാത്തിലുള്ള ഒരു ഗുണമല്ല. കമ്പ്യൂട്ടർ എൻ്റെ ബാക്കിൽ വെച്ചാൽ എന്തായി തീർന്നു? ഞാൻ ഇപ്പം എന്തായി? കമ്പ്യൂട്ടർ എൻ്റെ പിൻഭാഗത്താകുന്നു എന്ന് വരും. അല്ലെ അത് ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ട്യൂബ് ലൈറ്റ് എൻ്റെ തലക്ക് മീതെയാകുന്നു. ഞാൻ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിരുന്നാലോ ട്യൂബ് ലൈറ്റ് താഴെ ആകുന്നു. അപ്പൊ അത് നമ്മുടെ ദാത്തിൽ നിലകൊള്ളുന്ന ഒന്നല്ലത്. നേരെ മറിച്ച് ഇൽമ് എന്ന് പറഞ്ഞു, ഞാൻ അറിവുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ പിന്നെ എത്ര ഒരു പിന്നെ 20 സെന്റിമീറ്റർ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കമ്പ്യൂട്ടറിന് 21 സെന്റിമീറ്റർ പിന്നെ വലിപ്പമുള്ളതാകുന്നു എൻ്റെ മോണിറ്റർ എന്ന് പറഞ്ഞു. 21 സെന്റിമീറ്റർ നിങ്ങൾ പിന്നെ വലിപ്പമുള്ളതാകുന്ന എൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഇഞ്ച് അല്ലേ? 21 ഇഞ്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ അതിന്റെ അർത്ഥം? അത് പിന്നെ അതിന്റെ നീളവും അതിന്റെ പിന്നെ മൊത്തം നമുക്ക് ഏകദേശം മനസ്സിലായി കഴിയും. അത് അതിന്റെ ദാത്തിൽ തന്നെ ഈ നീളം എന്ന് പറയുന്ന സാധനം അത് അളന്നു നോക്കിയാൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ നമുക്ക് പിന്നെ അതിന്റെ സത്തയിലുള്ള കാര്യമല്ലത്. നേരെ മറിച്ചുകൊണ്ട് അള്ളാഹു അറിവുള്ളവനാണ്, അള്ളാഹു തആല കഴിവുള്ളവനാണ്, അവൻ സമീ ആണ്, ബസീർ ആണെന്ന് പറഞ്ഞാൽ അവന്റെ ദാത്തിൽ തന്നെ നിലകൊള്ളുന്ന. മനസ്സിലായില്ലേ? അപ്പൊ അതാ വ്യത്യാസം. സെൽബി ആ സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ദാത്തിൽ നിലകൊള്ളുന്നല്ല. അത് നമ്മൾ ശേഷം പറയാൻ പോകുന്നുണ്ട്.
മാനിയ സിഫത്ത് എന്ന് പറഞ്ഞ ശേഷം വരുന്നുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ആലിമാകുന്നു, അവന് ഹയാത്ത്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ അറിവ്, അവന് പിന്നെ കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, സംസാരിക്കുന്നവനാണ് തുടങ്ങിയതായിരിക്കുന്ന സിഫത്തുകൾ വരുന്നുണ്ട്. അതൊക്കെ അവന്റെ ദാത്തിൽ നിലകൊള്ളുന്ന പ്രത്യേകമായിരിക്കുന്ന ഓരോ മാനകൾ, ഓരോ ആശയങ്ങളാണ്. നേരെ മറിച്ച് ഖദീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു തആലക്ക് നാശമില്ല എന്നുള്ളതാണ്. അള്ളാഹു തആല ബാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലക്ക് നാശമില്ല, അവന് നാശമില്ലാതെ എന്നും ഒന്ന് നിലനിൽക്കുന്നവനാണ്, നാശമില്ല. അള്ളാഹു വാഹിദ് എന്ന് പറഞ്ഞാൽ ലാ ശരീക ലഹു എന്ന് അതിന്റെ അർത്ഥം. അള്ളാഹു തആല വാഹിദ് എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനിക്ക് പങ്കുകാരനില്ല എന്നുള്ള അർത്ഥം. അപ്പൊ എന്തായി? അള്ളാഹുവിന്റെ ദാത്തിനോട്, അവന്റെ സത്തയോട് യോജിക്കാത്ത അർത്ഥങ്ങളെ നിഷേധിച്ച് തള്ളിക്കളയുക എന്നാണ് സെൽബി എന്നതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അള്ളാഹു തആലാന്റെ ദാത്തിനോട് യോജിക്കാത്ത അർത്ഥങ്ങളെ ഇല്ലാതാക്കുന്നത് എന്നാണ് സെൽബി. അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ വാഹിദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു തആല വാഹിദാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവന് പങ്കുകാരനില്ല. പങ്കുകാരൻ എന്നുള്ളത് അള്ളാഹിനോട് യോജിക്കാത്തൊരു കാര്യമല്ലേ? അള്ളാഹു തആലക്ക് പങ്കുകാരനുണ്ട് എന്നുള്ളത് അള്ളാഹു ദാത്തിനോട് ഒരിക്കലും യോജിക്കുന്നതല്ല. അപ്പൊ അള്ളാഹു തആല വാഹിദ് എന്ന് പറഞ്ഞ സെൽവി ആസിഫത്ത് അള്ളാഹു തആലക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന് ലാ ശരീക ലഹു, അവനിക്ക് യാതൊരു പങ്കുകാരനുമില്ല എന്നുള്ളതാകുന്നു. ഇതാണ് പിന്നെ സെൽവി ആസിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പിന്നെ വേറെന്താ നമ്മൾ പറഞ്ഞത്? ഗനിയാകുന്നു. അള്ളാഹു തആല ഗനിയാണ്, ആരിലേക്കും ആശ്രയിക്കാത്തവനാണ്. അവന്റെ സത്തയിലോ അവന്റെ പ്രവർത്തനങ്ങളിലോ അവന്റെ ഗുണങ്ങളിലോ ആരിലേക്കും ആശ്രയിക്കാത്തവനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു തആല ഒന്നിലേക്കും ആശ്രയിക്കാത്തവൻ. അള്ളാഹു ഗനിയും ബിൻ നഫ്സാകുന്നു, സ്വയം പര്യാപ്തത ഉള്ളവനാകുന്നു. അവന്റെ എല്ലാത്തിലും അവൻ സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്ക് ആശ്രയിക്കാത്തവനാകുന്നു. ആശ്രയിക്കുക എന്നുള്ളത് അത് ബലഹീനതയല്ലേ? അല്ലേ? നമുക്ക് ഈ ഭൂമി ലോകത്ത് ജീവിക്കണമെങ്കിൽ പലതിലേക്കും നമുക്ക് ആശ്രയിക്കേണ്ടി വരും. ഉറപ്പായി യാതൊരു സംശയമില്ല. നമുക്ക് സ്വന്തമായ നിലക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുകൊണ്ട് അവൻ ആരിലേക്കും ആശ്രയിക്കുന്നവനല്ല. അപ്പൊ ഗനി എന്ന് പറയുന്ന സിഫത്ത് അള്ളാഹു തആലക്ക് കൊടുത്തത് കൊണ്ട് അവൻ എന്താ അർത്ഥം കിട്ടി? അവിടെ ആരിലേക്കും മറ്റൊരാളിലേക്ക് ആശ്രയിക്കുക എന്ന് പറയുന്ന അള്ളാഹുവിനോട് യോജിക്കാത്ത ഒരു ഗുണത്തെ അവിടെ നാം നിഷേധിച്ചു. അതാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കാത്തതായ അർത്ഥങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സിഫത്തുകൾക്കാകുന്നു സെൽബിയ സിഫത്ത്. ആ സിഫത്തുകൾ 5 എണ്ണമാണ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഖിദമ്, മറ്റൊന്ന് ബഖായ്, പിന്നെ മൂന്നാമത്തേതാണ് അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. നോക്കുങ്ങൾ, മുഖാലിഫുൻ ലിൽ ഖൽഖി, അവൻ സൃഷ്ടികളോട് എതിരുള്ളവനായിരിക്കും. സൃഷ്ടികളുമായിട്ട് ഒരു നിലക്കും അവൻ എന്തല്ല തുലനം ചെയ്യാൻ പറ്റുകയില്ല. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വജൂദൊന്ന് വേറെ, അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? ഞാൻ മൗജൂദാണ്, അള്ളാഹു മൗജൂദാണെന്ന് പറഞ്ഞാൽ തമ്മിൽ തുല്യമായോ? തുല്യമാകുമോ? തുല്യമാകില്ല. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വജൂദിയത്തെ എങ്ങനെ നമുക്കറിയില്ല, അവന്റെ ദാത്ത്, അവന്റെ സത്ത എങ്ങനെ നമുക്കറിയില്ല, അവന് വജൂദ്, അവൻ ഉള്ളവനാണ് എന്നുള്ളതിന്റെ ആശയം, അതിന്റെ ഹഖീഖത്ത്, അതിന് യാഥാർത്ഥ്യം നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ വജൂദ് നമുക്കറിയാം. നാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇവിടെ നമ്മൾ വജൂദ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകമായ സ്ഥലം വേണം, നമുക്കൊരു ഹൈജീസ് മക്കാനൊക്കെ വേണം. അറബി പറഞ്ഞാൽ ഹൈജീസ് വേണം, മക്കാന് വേണം, മുഖസ്സിസ് വേണം, മഹല്ല് വേണം നമുക്കൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുകൊണ്ട് അതൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അള്ളാഹിന്റെ വജൂദിനെ സംബന്ധിച്ച് നമുക്കറിയില്ല അള്ളാഹു എങ്ങനെയാണ് ഉള്ളതെന്ന്. അതുപോലെ തന്നെ അള്ളാഹു തആല ഹയ്യാണെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യാന്ന്, നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണ്. അള്ളാഹ് എന്ന് പറഞ്ഞ ഖുർആനിൽ ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ. അപ്പൊ ശുഹദാക്കൾ ആരാകുന്നു? ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചവരാണെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹു തആല ഹയ്യാണ്, ശുഹദാക്കളും ഹയ്യാണ്, നമ്മളും ഹയ്യാകുന്നു. അള്ളാഹു തആല ഹയ്യ എന്ന് പറഞ്ഞാൽ ഒരുപോലെ ആകുമോ? അപ്പൊ മുഖാലിഫുൻ ലിൽ ഖൽഖി, സൃഷ്ടിയോട് എതിരാവണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മളൊക്കെ ജീവിച്ചിരുന്നാൽ അള്ളാഹു തആല മരിക്കണം എന്നുണ്ടോ എതിരാവണമെങ്കിൽ? അതില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പിന്നെ നമ്മളൊക്കെ കേൾവിയുള്ളവരാണെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല സൃഷ്ടിയോട് എതിരാവണം എന്നൊരു സിഫത്ത് അള്ളാഹു തആലക്ക് ഉണ്ടല്ലോ, സെൽബിയ സിഫത്ത് ഉണ്ടല്ലോ. എന്നാൽ അള്ളാഹു തആല കേൾക്കാത്ത പൊട്ടനാവണം എന്നുണ്ടോ? അതില്ല. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യ് എന്ന്, അള്ളാഹു ജീവിച്ചിരിക്കുന്നതാണ്, അതിന്റെ ഹഖീഖത്ത് നമുക്കറിയില്ല. അള്ളാഹ് നമുക്കറിയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആത്മാവ് കൊണ്ടാ, അല്ലേ?
ജീവൻ കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമുക്ക് ജീവനുണ്ട്. നമ്മൾ അള്ളാഹു ജീവൻ ഊതിയിട്ട് ആ ജീവൻ കൊണ്ടാണ് നാം ജീവിച്ചിരിക്കുന്നത്. അള്ളാഹു തആലാന്റെ ഹയാത്ത് ജീവൻ കൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയൂല. അള്ളാഹു തആല ജീവിച്ചിരിക്കുന്നവനാ. പക്ഷെ അവന് എങ്ങനെയാണ്? അവന് നമ്മുടെ ആത്മാവ് കൊണ്ടാണ് അവൻ ജീവിച്ചിരിക്കുന്നത്? ഇല്ല. അള്ളാഹു തആലാന്റെ ഇത്തരം കാര്യങ്ങൾ അള്ളാഹു തആല സെൽബി ചെയ്യേണ്ടതാകുന്നു. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല കേൾക്കുന്നവനാണ്. നമ്മൾ കേൾക്കുന്നത് എന്താ? നമ്മൾ അങ്ങനെ കേൾക്കുന്നത് പ്രത്യേകമായ നമ്മുടെ ശബ്ദ തരംഗങ്ങൾ വായുവിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ കർണപടത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെതായ ശാസ്ത്രീയ വശം നിങ്ങൾക്ക് അറിയാം. നമ്മുടെ കേൾവിക്ക് പ്രത്യേകമായിരിക്കുന്ന വിഷയങ്ങൾ വേണം. വായു വേണം. വായില്ലാത്തവർക്ക് സംസാരിച്ചാൽ കേൾക്കില്ല. കേൾവിക്ക് വായു വേണം. വായു എന്ത് ചെയ്താണ്? പ്രത്യേകമായ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ട് നമ്മുടെ ചെവിയിലേക്ക് എത്തുകയാണ്. അപ്പൊ അള്ളാഹു തആല കേൾക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയും. അള്ളാഹുവിന്റെ സമ്മ് ഇങ്ങനെ നമ്മുടെ സമ്മ് പോലെയല്ല. അള്ളാഹു തആലാന്റെ ബസർ നമ്മുടെ ബസർ പോലെയല്ല. അവൻ കണ്ണില്ലാതെ കാണുന്നവനാണ്, ചെവിയില്ലാതെ കേൾക്കുന്നവനാകുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ സിഫത്തുകളൊന്നും തന്നെ സൃഷ്ടികളുടെ സിഫത്തുമായി തുല്യമാവുന്നതല്ല, ഒരു നിലക്കും തുല്യമാകുന്നില്ല. അള്ളാഹു തആല സിഫത്ത് ഉണ്ടെന്ന് വിശ്വസിക്കണം, പക്ഷെ നമ്മുടെ പോലെ അതാണ് മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അതാണ് അള്ളാഹു തആല ഖൽഖിനോട് എതിരുള്ളവനാണ്. ബിൽ ഇത്ലാഖി അലൽ ഇത്ലാഖ്, അവൻ സൃഷ്ടികളോട് എതിരുള്ളവനാകുന്നു. പിന്നെന്താ? വഖായിമുൻ ഗാനി വവാഹിദുൻ. അതാ വഖായിമുൻ ഗനിയുൻ ഖായിമുൻ ബിൻ നഫ്സ്, അതായത് അവൻ സ്വന്തം നിലക്ക് ഖിയാമുള്ളവനാണ്. അതാ ഗനിയുൻ എന്ന് വെച്ചാൽ ആരിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതിന്റെ അർത്ഥം ആരിലേക്കും ആശ്രയിക്കാത്തവനാകുന്നു. അവന്റെ ദാത്തിൽ, അവന്റെ സിഫാത്തിൽ, അവന്റെ അഫ്ആലുകളിൽ ആരിലേക്കും ആശ്രയിക്കാത്തവനാ. എന്നാൽ ഈ സ്വർഗത്തിന്റെ ബക്കാവിന് അള്ളാഹുലേക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? മരിച്ചവരെ ജീവിപ്പിച്ചു. ആ ജീവിപ്പിക്കുന്നതിൽ ഈസാ നബി അലൈഹി സ്വലാം സ്വന്തമായ നിലക്കുള്ളതായ കഴിവായിരുന്നില്ല, അത് അള്ളാഹുവിന്റെ കഴിവിലേക്ക് ആവശ്യമുള്ള ഒരു കഴിവായിരുന്നു. അതുകൊണ്ട് അതിൽ ശിർക്ക് വരുന്നില്ല. ശിർക്ക് വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്ത് അത് അതേ രൂപത്തിൽ മറ്റൊരു സൃഷ്ടിക്ക് വെച്ചു കൊടുക്കലാകുന്നു. അള്ളാഹുവിന്റെ ഗുണം അത് അതേ രൂപത്തിലായിരിക്കണം. തനതായ രൂപത്തിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിനാണ്. തനതായ രൂപത്തിൽ മറ്റൊരു സൃഷ്ടിക്ക് വകവെച്ചു കൊടുക്കുമ്പോഴാണ് ശിർക്ക് വരുന്നത്. അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് ഒരാൾ സഹായിക്കുമെന്ന് കരുതിയാൽ അതിൽ ശിർക്ക് വരൂല. അത് നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ എല്ലായിടത്തും പറയാറുള്ളത്. അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് എന്നുള്ള വിശ്വാസപ്രകാരം ആര് ഒരാളോട് എന്ത് ചോദിച്ചാലും ആ ചോദ്യത്തിൽ എന്തെങ്കിലും ശിർക്ക് വരില്ല. പക്ഷെ ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ, അത് ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ഇതൊക്കെ മറ്റൊരു വിഷയമാണ്. അത് പിന്നെ ഈ പറഞ്ഞതിൽ എന്തില്ല ശിർക്കില്ല. വേറെ പല രൂപത്തിലൂടെയും പല അപകടങ്ങളും വരും. അതൊക്കെ മൊത്തത്തിൽ ശിർക്കില്ല എന്ന് ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ട് അതൊക്കെ ഹലാലാണെന്നോ എന്ന് നാം മനസ്സിലാക്കാൻ പാടില്ല. പിന്നെ അപ്പൊ നമ്മൾ 5 സിഫത്ത് പറഞ്ഞു കഴിഞ്ഞ് ആദ്യത്തെ ഒരു സിഫത്ത് 6 ഫസ്റ്റത്തെ നമ്മൾ വുജൂദ്, അള്ളാഹു മൗജൂദ് എന്ന് പറഞ്ഞ വുജൂദ് എന്ന സിഫത്ത് താൻ പറഞ്ഞു കഴിഞ്ഞു. അത് സിഫത്ത് ദാത്തിയ. ബാക്കിയുള്ളത് ഏതാണ്? ഖിദമ് എന്ന് പറയുന്ന അള്ളാഹു കൊടുക്കുന്നത് കഴിവ് കൊണ്ടുള്ള തേട്ടം ഗുരുവായൂരപ്പനോടായാലോ ഉസ്താദ്? ആണ്ടോ ഇവർക്ക് വേഗം ഗുരുവായൂരപ്പനോടാണ് തേട്ടം എന്നുള്ള. അങ്ങനെ അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് നിങ്ങൾ ആരോട് ചോദിച്ചാലും അതിലെന്ത് വരില്ല? ആ വിശ്വാസത്തിൽ ചോദിച്ചാൽ അതിൽ ശിർക്ക് വരില്ല. പക്ഷേ അത് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആരാധിക്കുന്ന ആരാധ വസ്തുവിനോട് ചോദിച്ചു എന്നുള്ളക്ക് വേറെ നിലയ്ക്ക് അതിൽ എന്ത് വരാം? ശിർക്കും കുഫറൊക്കെ വരാം, അത് വേറെ. പക്ഷേ ഈ വിശ്വാസത്തിലല്ല ശിർക്ക് വരുന്നത്. ഈ വിശ്വാസം ശിർക്കാണെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് 1000 ചോദ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽപ്പെട്ട 100 പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരും. മനസ്സിലായില്ലേ? അള്ളാഹു കൊടുക്കുന്ന കഴിവുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്നാലിപ്പോ ഈസാ നബി അലൈഹി സ്വലാം എങ്ങനെ മരിച്ചവരെ ജീവിപ്പിച്ചെന്ന് ചോദിച്ചാൽ അള്ളാഹു തആല കൊടുത്ത കഴിവുകൊണ്ടാണ്. സ്വർഗ നരകങ്ങൾക്ക് എങ്ങനെയാണ് ബക്കാവ് എന്ന സിഫത്ത് വന്നത്? അള്ളാഹു കൊടുത്ത കഴിവാണ്. ഇതാണ്. ഓക്കെ, അപ്പൊ ഏതായാലും പോട്ടെ. അപ്പൊ ആ വിഷയം പിന്നെ അത് നീണ്ടുപോകും, നമ്മളെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അപ്പൊ സംഗതികൾ മനസ്സിലാക്കുക, ഉള്ളതുപോലെ മനസ്സിലാക്കുക. ആരോടെന്നാണെങ്കിലും ഇതിപ്പോ സുന്നികൾ അത് പറയുന്നുള്ളത് കൊണ്ട് സുന്നികൾ കുതിരാറാണ് നിൽക്കണ്ട. അത് യഥാർത്ഥ ഐന് തൗഹീദാ പറഞ്ഞത്. ഐന് തൗഹീദ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൗഹീദ് മനസ്സിലായില്ല എന്ന് പറയേണ്ടി വരും. അത്ര ആ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 5 സൽബിയ സിഫത്തുകളുണ്ട്. ഖിദമ്, ബഖായ്, മുഖാലഫത്ത് ലിൽ ഹവാദിസി, അതുപോലെ തന്നെ പിന്നെ ഖിയാമുൻ ബിൻ നഫ്സ്, വഹദാനിയത്ത്. ഇതാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കേട്ടോ. ഇതാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അത് എന്ത് ചെയ്യാ? ഒന്നുകൂടി ഇപ്പൊ ഇവിടെ ആ 2 ബൈത്ത് ഒന്നുകൂടി ആർക്കെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കും.
ലാസ്റ്റ് പറഞ്ഞല്ലോ നമ്മൾ അല്ലേ? ലാസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ എന്താ? ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ. അതുവരെ ഉള്ളൂ കേട്ടോ. വഖായിമുൻ ഗനി വവാഹിദുൻ. അല്ലാഹു തആല ഖിയാമുൻ ബിൻ നഫ്സ് ഉണ്ട്, വവാഹിദുൻ വഹദാനിയത്ത് ഉണ്ട്. എന്താ വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ? അതും കൂടി അർത്ഥം പറയണ്ടേ? ഇതിപ്പോ ഒന്ന് ഒരു വിശദീകരണം ആയിട്ടില്ല കേട്ടോ. ഒരുപാട് വിശദീകരണങ്ങൾ, ഇതിന് ഓരോന്നിനും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വിശദീകരണങ്ങളുണ്ട്. വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞത് മാത്രം, നമുക്ക് സമയമില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹു തആല എല്ലാറ്റിലും, അവന്റെ ദാത്തിലും അവന്റെ സിഫാത്തിലും ഒക്കെ അവന് വഹദാനിയത്താണ്. അള്ളാഹുവിന്റെ ദാത്താവട്ടെ സിഫാത്തലാവട്ടെ അതിലൊക്കെ ഒരു ഏകത്വം ഉണ്ടായിരിക്കണം. ഒരു ഏകത്വം അതിലൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ദാത്തിൽ അവൻ ഏകനാകുന്നു, അവന്റെ സേവനെ അതുപോലെ തന്നെ അവന്റെ സിഫാത്തിൽ അവൻ ഏകനാവുന്നു, അവൻ അഫ്ആലിൽ അവൻ ഏകനാവുന്നു, അതിൽ യാതൊരു പങ്കുകാരുമില്ല. അപ്പോൾ അള്ളാഹിന്റെ സിഫത്തുകളൊക്കെ, അള്ളാഹിന് കുദറത്ത് എന്ന് പറയുന്ന സിഫത്ത് ഒരു കുദറത്തേ ഉണ്ടാവുള്ളൂ. അള്ളാഹു തആലക്ക് രണ്ട് കുദറത്തുണ്ട്, രണ്ട് സേസിൽ രണ്ട് കുദറത്തുണ്ട് എന്ന് പറയാൻ പാടില്ല. അള്ളാഹു തആലക്ക് പിന്നെ ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇറാദത്തേ ഉള്ളൂ. അള്ളാഹിന്റെ സിഫത്തുകൾക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ് ഇറാദ. ഇൻഷാ അല്ലാഹ് അത് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ പഠിക്കാം. ചുരുക്കത്തിൽ നമ്മളിപ്പോൾ എന്ത് മനസ്സിലാക്കി? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 5 സിഫത്തുകൾ, സെൽബിയ സിഫത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സത്തയെ നിലകൊള്ളുന്ന ഗുണങ്ങളല്ല. അതെന്താകുന്നു? അള്ളാഹുവിന്റെ സത്തയെ തൊട്ടുകൊണ്ട് അതിനോട് യോജിക്കാത്ത ഗുണങ്ങളെ ഇല്ലാതാക്കുന്നതായ ഗുണങ്ങളാകുന്നു സെൽബിയ സിഫത്ത് എന്ന് പറയുന്നത്. അതാണ് ഖിദമ്, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസി, ഖിയാമു ബിൻ നഫ്സ്, വഹദാനിയത്ത് എന്ന് പറയുന്ന ഈ 5 ഗുണങ്ങൾ. അല്ലാഹു തആല വാഹിദാണെന്ന് പറഞ്ഞാൽ അതെന്ത് ഗുണാണ്? ഞാൻ നാളെ ചോദിച്ചു, എന്ത്? അല്ലാഹു തആല വാഹിദ്, അല്ലാഹു വാഹിദ് എന്ന് പറഞ്ഞാൽ അത് സിഫത്ത് സെൽബിയാണോ സിഫത്ത് വുജൂദിയാണോ എന്ന് ചോദിച്ചാൽ മറുപടി എന്താ പറയേണ്ടത്? അല്ലാഹു വാഹിദ് എന്നുള്ളത് സിഫത്ത് സെൽബിയാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഏകനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനിക്ക് യാതൊരു പങ്കുകാരനും ഇല്ല എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണ് ഖുൽ ഹുവല്ലാഹു അഹദിന്റെ അർത്ഥം തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും. ഖുൽ ഹുവല്ലാഹുവിന്റെ അർത്ഥമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. എന്താ? അല്ലാഹു തആല ഏകനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹന അല്ലാഹു മാത്രമാകുന്നു, അവനിക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇനി നമ്മള് പരിശുദ്ധ ഖുർആനിൽ എന്താ തെളിവുള്ളതെന്ന് ചോദിച്ചാൽ അതിപ്പോ പിന്നെ സമയം ഉണ്ടാവും ചില സൂറത്തുൽ ഇഖ്ലാസ് എന്താ അപ്പം അല്ലാഹു തആലക്ക് ഇങ്ങനെ 5 സെൽബിയ സിഫത്തുണ്ടെന്ന് തെളിവ് എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഒരു ആയത്ത് ഓതാൻ പറ്റുമോ? അല്ലാഹു തആലക്ക് ഇങ്ങനെ ഒരു 5 സിഫത്തുണ്ട്, 5 സിഫത്ത് അല്ലാഹു തആലക്ക് സെൽബിയ സിഫത്തുണ്ട് നിങ്ങൾക്ക് തെളിവെന്തുണ്ടോ എന്ന് ചോദിച്ചാൽ അശ്അരികളോട് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസ് ഇറക്കിയിരിക്കുന്നത് അവന്റെ സെൽബിയ സിഫത്ത് പഠിപ്പിക്കാനാകുന്നു. നോക്കിങ്ങള്, അള്ളാഹുവിന്റെ സെൽബിയ സിഫത്ത് പഠിപ്പിക്കാനാകുന്നു. ഏതാണ് സെൽബിയ സിഫത്തുകളൊക്കെ? നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് എടുക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. നോക്കി നിങ്ങൾ നബിയെ അവിടുന്ന് പറയുക, ഹുവ തീർച്ചയായിട്ടും കാര്യം അല്ലാഹു തആല അഹദുൻ എന്താകുന്നു? അവൻ അഹദാകുന്നു. അഹദ് എന്നുള്ളത് എന്താ? സെൽബിയ സിഫത്തല്ലേ? അഹദ് എന്നുള്ളത് സെൽബിയ സിഫത്ത്. നമ്മൾ പറഞ്ഞ വഖായിമുൻ ഗാനി വവാഹിദ് ഉണ്ടോ? വാഹിദ് എന്നുള്ളത് അഹദ് എന്നുള്ളൊക്കെ ഒരു അർത്ഥം തന്നെ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളടത്ത് അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു തആല ഏകനാകുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവനിക്ക് അവന്റെ ദാത്തിലോ ലാ ശരീക ലഹു ഫി ദാത്തിഹി വഫി സിവാത്തിഹി വഫി അഫ്ആലിഹി. അല്ലാഹു തആല അവന്റെ ദാത്തിലും അവന്റെ അഫ്ആലിലും അവന്റെ സിവാത്തിലും അഥവാ അവന്റെ സത്തയിലും അവന്റെ ഗുണങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവനെന്താകുന്നു? ഏകനാകുന്നു, അവന് പങ്കുകാരനില്ല. അപ്പൊ എന്തായി തീർന്ന്? അല്ലാഹു തആല പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് പോലെ ഒരു സെൽബിയ സിഫത്ത് അല്ലാഹു പഠിപ്പിച്ചു. രണ്ടാമത്തേത് എന്താ? ഖുൽ ഹുവല്ലാഹു അഹദ് കഴിഞ്ഞിട്ട് അല്ലാഹു സമദ്. കണ്ടോ? അല്ലാഹു സമദാകുന്നു. എന്താ സമദിന്റെ അർത്ഥം? ഐ ഗനിയ്യുൻ എന്ന അർത്ഥം. ഗനി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞല്ലോ ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി. കണ്ടോ? വഖായിമുൻ ഗനി എന്ന് പറഞ്ഞാൽ ഗനിയും ബിൻ നഫ്സ് എന്ന് വെച്ചാൽ എല്ലാ നിലക്കും. സമദ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ മുഴുവനും അള്ളാഹുലേക്ക് ആശ്രയിക്കുന്നവനും അല്ലാഹു തആല ഒരു സൃഷ്ടിയിലേക്ക് ആശ്രയമില്ലാത്തവനുമാകുന്നു എന്നാണ് സമദിന്റെ അർത്ഥം. അപ്പൊ എന്തായി തീർന്ന്?
രണ്ടാമത്തെ ഒരു സൽബിയ സിഫത്ത് അല്ലാഹു തആല സമദ് എന്നതിലൂടെ നമ്മെ പഠിപ്പിച്ചു. സമദ് എന്ന് പറഞ്ഞാല് പരാശ്രയരഹിതൻ, ഒറ്റ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാല് പരാശ്രയരഹിതൻ. അള്ളാഹുവിന്റെ ദാത്തിൽ, അവന്റെ സത്തയിൽ, അവന്റെ ഗുണങ്ങളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ ആരിലേക്കും ആശ്രയിക്കാത്തവനാകുന്നു, പരാശ്രയമില്ലാത്തവൻ ആകുന്നു. അപ്പൊ എന്തായി തീർന്നേ? അള്ളാഹുവിന്റെ രണ്ടാമത്തെ ഒരു സിഫത്ത് സമദ് എന്നുള്ള രണ്ടാമത്തെ സൽബിയ സിഫത്തിലേക്ക് അള്ളാഹു സൂചിപ്പിച്ചു. ഇനി എന്താ അടുത്തത്? എന്താണ്? ലം യലിദ്. എന്താ ലം യലിദ് എന്ന് പറഞ്ഞാല്? അള്ളാഹു തആല ജനിപ്പിച്ചിട്ടില്ല. അള്ളാഹു തആല ജനിപ്പിച്ച അതെന്താണ്? ബഖാവിനെ സൂചിപ്പിക്കുന്നതാ. കാരണം മഖ്ലൂക്ക് നശിക്കുന്ന നശിച്ചു പോകുന്ന മഖ്ലൂക്ക് ബഖാവുണ്ടോ? നശിച്ചു പോകുന്ന സൃഷ്ടികൾക്ക് എന്തില്ല? ബഖാവ് എന്ന് പറയുന്ന ഒരു സിഫത്തില്ല. അവനെന്ത് ചെയ്യും? മനുഷ്യവംശം ഇവിടെ നശിക്കാതിരിക്കാൻ വേണ്ടി, കണ്ടത്? മനുഷ്യവംശം ഇവിടെ ഖിയാമത്ത് നാൾ വരെ നശിക്കാതിരിക്കാൻ വേണ്ടി അവൻ എന്താവശ്യമുണ്ട്? അവൻ വിവാഹം ചെയ്യേണ്ടതുണ്ട്. വിവാഹം ചെയ്തിട്ട് അവൻ സന്താനങ്ങളെ ജനിപ്പിക്കേണ്ടതുണ്ട്, അല്ലെ? എന്തിനു വേണ്ടി ആ സന്താനങ്ങൾ ഉണ്ടാവുന്ന എന്തിനാണ്? മനുഷ്യവംശം അള്ളാഹു തആല നിശ്ചയിച്ച ആ അവധി വരെ നശിക്കാതിരിക്കാൻ വേണ്ടിയാ. അപ്പൊ നശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വസീലയാകുന്നു സന്താനം എന്ന് പറയുന്നത്. അപ്പൊ അത് ആരുടെ ഗുണമാണ്? ഒരു സൃഷ്ടി ഇവിടെ നിലനിൽക്കണമെങ്കിൽ അവനെന്ത് വേണം? അവന് ജനിക്കപ്പെടേണ്ടതുണ്ട്. അവന് മറ്റുള്ളതിനെ ജനിപ്പിക്കണം. എന്നാൽ ഇവ നശിച്ചു കഴിഞ്ഞാൽ വേറൊന്നുണ്ടാവും. അവന്റെ ഒരു മഖ്ലൂക്കിന് സ്ഥിതിയാ. അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് അവനെന്തല്ല? അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് അവന് ജനിച്ചിട്ടില്ല. അവനെന്തല്ല? വലതല്ല. അതുകൊണ്ട് അവനെ അപ്പൊ ബാലിതായി തീരും. ശരിയാണ്. അപ്പോ വഹുവല്ലദീ യഹ്താജു ഇലാ വലദി യകൂനു ഇസ്തിംറാറൻ ലഹു. അള്ളാഹു സുബ്ഹാനഹു ഒരു സൃഷ്ടിയാണ്. അവന്റെ ഈ നിലനിൽപ്പ് ഇവിടെ, അവന്റെ വംശം ഇവിടെ നിലനിൽക്കാൻ ആരിലേക്ക് ആവശ്യമാകുന്നത്? ഒരു സന്താനത്തിലേക്ക് ആവശ്യമാകുന്നത്. അള്ളാഹു തആലക്ക് സന്താനത്തിലേക്ക് ആവശ്യം എന്തുകൊണ്ട്? അവൻ നിലനിൽക്കുന്നവനാണ്. ഇതിലാ ബഖാവ് വരുന്നത്. അള്ളാഹു തആല ആരിലേക്ക് ആവശ്യമില്ല? സന്താനത്തിലേക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട്? അവൻ എന്നിവിടെ നിലനിൽക്കുന്നവനാണ്. അപ്പൊ ലം യലിദ് എന്നുള്ള ആയത്തിലൂടെ അള്ളാഹു തആലക്ക് ബഖാവ് എന്ന് പറയുന്ന സിഫത്ത് ഉണ്ട് എന്ന് വരുന്നത്. മനസ്സിലായില്ലേ? നേർക്ക് നേരെ ഉള്ളതല്ല, അതിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതിലൂടെ മൊത്തത്തിൽ 5 സിഫത്തുകൾ, അള്ളാഹുവിന്റെ സൽബിയ 5 സിഫത്തുകൾ സൂറത്തുൽ ഇഖ്ലാസിൽ ഉണ്ട് എന്ന് പറയാനാണ് നമ്മുടെ ഈ വിഷയം പറയുന്നത്. അപ്പോ ലം യലിദ് എന്നുള്ളതിലൂടെ അള്ളാഹു തആല അർത്ഥമാക്കുന്നത് അവൻ എന്നും നിലനിൽക്കുന്നവനാണ്. അവന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു സന്താനത്തേക്കുള്ള ആവശ്യമുള്ളവനല്ല. പിന്നെന്താ? വലം യൂലദ്. കണ്ണുകള്, വലം യൂലദ് എന്ന് പറഞ്ഞാൽ അവന് പ്രസവിക്കപ്പെട്ടവനുമല്ല. അവൻ ജനിച്ചിട്ടുമില്ല, അവൻ ജനിപ്പിച്ചിട്ടുമില്ല. അപ്പൊ ജനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അവന് എന്താവും? അവൻ സന്താനമായി തീരും. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഇവിടെ അള്ളാഹു തആല അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജനനം എന്ന് പറയുന്നത് എന്താണ്? ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാവലല്ലേ? ഇല്ലാത്തൊരു വസ്തുവിനെ ഉണ്ടാക്കലാണ് ജനിക്കുക എന്ന് പറഞ്ഞാല്. ഇപ്പോൾ ഭൂമി ഒന്നും ഇല്ലാത്തത് ഉണ്ടായിത്തീരുമ്പോൾ അതിന് പ്രസവിക്കാമെന്നും ജനിക്കാന്നൊക്കെ പറയുന്നു. അള്ളാഹു തആലക്ക് എന്തിന്റെ ആവശ്യമില്ല? അങ്ങനെ അവനെ ജനിപ്പിക്കപ്പെടേണ്ടതില്ല. എന്തുകൊണ്ട്? അവനുണ്ടായതിനിക്ക് ഒരു അറ്റമില്ലാത്തവനാകുന്നു, അവനുണ്ടായതിനിക്ക് ഒരു തുടക്കമില്ലാത്തവനാകുന്നു. അപ്പൊ എന്തായി? ഈ ഖിദമ് എന്ന് പറയുന്ന സിഫത്ത് ഏതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്? വലം യൂലദ് എന്ന് പറയുന്ന അള്ളാഹു പറഞ്ഞ ഈ ആയത്തിൽ നിന്ന് അള്ളാഹു ഖദീമാണെന്ന് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? അവനുണ്ടായതിനിക്ക് തുടക്കമില്ലാത്തത് കൊണ്ട് തന്നെ ആരാവില്ല, അവൻ ജനിപ്പിക്കപ്പെട്ടവനുമല്ല. ജനിപ്പിക്കപ്പെടുമ്പോൾ അവനൊരു ഇല്ലാത്തൊരവസ്ഥ, ഒരു ഇല്ലാത്തൊരവസ്ഥ നമുക്കൊക്കെ എന്തുണ്ട്? ഹൽ അതാൽ ഇൻസാനി ഹീനം മിന ദഹരി ലം യകും ശൈഅൻ മദ്കൂറ. മനുഷ്യനിക്ക് എന്തായി തീർന്ന്? മനുഷ്യനിക്ക് അവന് ഒന്നുമല്ലാത്തൊരവസ്ഥ ഉണ്ടായിത്തീർന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലേ? സൂറത്ത് ഏതാ പറയുന്നത്? എന്താണ് സൂറത്ത് ഓർമ്മ വരുന്നില്ല. ഹൽ അതാൽ ഇൻസാനി ഹീനം മിന ദഹരി ലം യകും ശൈഅൻ മദ്കൂറ. മനുഷ്യനിക്ക്, അതെ, സൂറത്തുൽ ഇൻസാൻ, അല്ലേ? ഇൻസാൻ തന്നെ, അതെ. ഹൽ അതാൽ സൂറത്ത് ദഹർ. ഹൽ അതാൽ ഇൻസാനി ഹീനം മിന ദഹരി. ഇൻസാൻ ദഹറാണ്. ഹൽ അതാൽ ഇൻസാനി ഹീനം മിന ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യനിക്ക് ഒന്നുമല്ലാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, പിന്നീട് ഉണ്ടായിത്തീർന്നത് ഫജഅൽനാഹു നുത്ഫതൻ ഫി അംഷാജൻ. അല്ലാഹു തആല എന്ത് ചെയ്ത്? അവനെ
എന്തിനെ കണങ്ങളാക്കി അവൻ എന്ത് ചെയ്ത് ഫജഅൽനാഹു സമീഅൻ ബസീറ, പിന്നീട് അവനെ സമീഉം ബസീറൊക്കെ മാറ്റുന്ന. അപ്പോൾ മനുഷ്യന് അവനില്ലാത്ത ഷൈഉൻ മദ്കൂറല്ലാത്ത ഒരവസ്ഥ, ഒരു കാലഘട്ടം അവന് ഉണ്ടായിക്കഴിഞ്ഞു. അതാണ് ജനിക്കപ്പെടുന്ന എല്ലാവരുടെയും സ്ഥിതി. അതാ അള്ളാഹു തആല അങ്ങനെ ജനിച്ചിട്ട് എന്തുകൊണ്ട്? അതിന് കാരണം എന്താണ്? അള്ളാഹു തആല ഉണ്ടായതിനിക്ക് യാതൊരു തുടക്കവുമില്ല. ഉണ്ടായതിനിക്ക് തുടക്കമില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ ജനിക്കുന്നു? ഇല്ലല്ലോ, അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല. അതുകൊണ്ട് ലം യൂലദ് എന്നുള്ളത് ഖിദം എന്ന് പറയുന്ന സൽബിയ സിഫത്തിലേക്ക് സൂചനയാകുന്നു. ഇനിയിപ്പോ എന്താ വാക്കുകൾ ഇവിടെ? അഞ്ചാമത്തെ ഒന്നാണുള്ളത്. ഏതാണത്? മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ല്ലേ? അതല്ല നമ്മൾ പറഞ്ഞത് സൃഷ്ടികളോട് എതിരാവണം എന്ന് പറയുന്ന ഒരു സിഫത്ത്, സൽബിയ സിഫത്ത് അല്ലാഹുണ്ട്. അതെങ്ങനെ സൂറത്തുൽ ഇഖ്ലാസിലുള്ളതെന്ന് ചോദിച്ചാൽ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കണ്ടങ്ങൾ വളരെ വൃത്തിയായി. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കുഫുവായിരിക്കുന്ന ആരും തന്നെ ഇല്ല, അവനെ പോലെ ഒന്നും തന്നെ ഇല്ല. അവന് എന്തുകൊണ്ട്? അവൻ സൃഷ്ടികളോടൊക്കെ എതിരായത് കൊണ്ട് തന്നെ അവനെ പോലെ ഒന്നുമില്ല എന്നുള്ളത് നമുക്കതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ എന്തായി? സൂറത്തുൽ ഇഖ്ലാസിലൂടെ അല്ലാഹു തആല എന്ത് പഠിപ്പിച്ച്? റബ്ബിനിക്ക് 5 സൽബിയ സിഫത്ത് ഉണ്ട് എന്നുകൂടി പഠിപ്പിച്ചു. അതൊക്കെ വളരെ വിശകലനം അറിയിക്കുന്ന വളരെ വിശദമായ ഒരു ചർച്ചയായതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ അതിന്റെ സാമ്പിൾ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തന്നേ ഉള്ളൂ. ഇങ്ങനെ അല്ലാഹു തആലക്ക് 20 സിഫത്തുണ്ട്. 20 സിഫത്തിൽ നമ്മളിപ്പോൾ 6 സിഫത്താണ് എണ്ണിയത്. 6 സിഫത്ത് മാത്രമാണ് എണ്ണിയത്. ബാക്കി എത്ര ഉണ്ട്? 14 എണ്ണം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നോക്കട്ടെ. ഇപ്പോ ഇവിടെ എണ്ണിയത് ഏതൊക്കെയാണ്? വുജൂദ്. അപ്പൊ പദ്യത്തിലൂടെ മനസ്സിലാക്കണം. അല്ലാഹു മൗജൂദുൻ. മൗജൂദ് എന്ന് പറഞ്ഞാൽ വുജൂദുള്ളവനാണ് മൗജൂദ്. അല്ലാഹു തആല മൂജിദാണ്, അല്ലാഹു മൗജൂദാണ്. അല്ലാഹു എന്തല്ല? മൂജദല്ല. അല്ലാഹു മൗജൂദ്, അല്ലാഹു ഉള്ളവൻ. അല്ലാഹു മൂജിദ്, അല്ലാഹു ഉണ്ടാക്കുന്നവനാണ്. അല്ലാഹു തആല മൂജദുൻ, അല്ലാഹു ഉണ്ടാക്കപ്പെട്ടവനല്ല. അതായത് മഖ്ലൂഖ് അല്ല എന്നർത്ഥം. അല്ലാഹു മൗജൂദൻ. അപ്പൊ വുജൂദ് എന്ന് പറയുന്ന ഒരു നഫ്സിയ ഒരു സിഫത്ത്. പിന്നെ 5 സിഫത്ത് വേറെ എണ്ണിയമ്മൾ. ഒന്നത് ഖിദം, ബഖായ്, മുഖാലഫത്തുൽ ലിൽ ഹവാദിസി, ഗനിയും ബിൻ നഫ്സി, വഹദാനിയത്ത് എന്ന് പറഞ്ഞ 5 സൽബിയ സിഫത്തുകൾ എണ്ണി. ആ 5 സൽബിയ സിഫത്തുകൾ എവിടെ പറയുന്നു എന്ന് പറഞ്ഞു? സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു തആല വ്യംഗ്യമായ നിലക്കും അതുപോലെ തന്നെ സരീഹ നിലക്കും വ്യക്തമായ നിലക്കൊക്കെ അതിൽ അല്ലാഹു തആലാന്റെ 5 സിഫത്തുകളെക്കാൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നാം പറഞ്ഞു കഴിഞ്ഞു. വളരെ ചുരുക്കത്തിലാണ്. ഒരുപാട് അപാകതകൾ ഉണ്ടായിരിക്കും, അല്ലാഹു പുറത്തു തരട്ടെ. അപാകതകൾ ഉണ്ടെങ്കിൽ അറിവുള്ള ഉസ്താദ്മാർ അത് തിരുത്തി തരികയും ചെയ്യണമെന്ന് ഉള്ള വിനീതമായ അഭ്യർത്ഥനയോടെ തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലൂടെ വിശദമായി നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഹൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. ആർക്കെങ്കിലും ഇത് പറഞ്ഞതിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദ് വരുന്നത് വരെ ചോദിക്കാനുള്ള അവസരമാണ്. സംശയമുള്ള ആളുകൾ കൈപൊക്കാൻ അറിയിക്കുന്നു. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അഡ്മിന്മാർ മൈക്ക് എടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.